Now she's all right. ഒരു സ്ലൈറ്റ് മെന്റൽ ഷോക്ക്. പേരക്കുട്ടിയെ കാണാത്തതിലുള്ള വിഷമമായിരിക്കും. ഏതായാലും 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ. ഇന്നലെ പൊടിമോളുടെ പിറന്നാളാന്നും പറഞ്ഞ് അമ്പലത്തിൽ പോയതാ. അവിടെ വെച്ചാ. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത്. മരുന്നല്ല, ഇപ്പൊ മനസ്സന്തോഷാ വേണ്ടത്. കണ്ണൻ അവൻ നാളെ മോർണിംഗ് ഫ്ലൈറ്റിലെത്തും. ലക്ഷ്മി, ലക്ഷ്മി, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. അമ്മേ, അമ്മേ, ഞാനമ്മേ. എന്റെ മോൾ വന്നുവല്ലേ? ഈ അമ്മ അച്ഛനെയും തനിച്ചാക്കിട്ട് പോയില്ലേ നീ? ഇനി ഞാൻ എവിടെയും പോവില്ലമ്മേ. പോരെ. ഈ അമ്മയുടെ ഒരാഗ്രഹം എന്റെ മോൻ സാധിച്ചു തരൂ. എന്താ അമ്മേ? നമുക്ക് കൃഷ്ണമംഗലത്ത് പോണം. അവിടെ നഷ്ടപ്പെട്ടതല്ല എന്റെ മോൻ. ഈ അമ്മയ്ക്ക് നേടിത്തരണം. അമ്മ വിഷമിക്കണ്ട, നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോവാം. ഞമ്മക്ക് പെരുത്ത് സന്തോഷായി. മൂസൂട്ടിയോ? ഹായ്, അപ്പൊ ഇങ്ങള് നമ്മളെ മറന്നില്ലല്ലേ? എല്ലാ കാര്യങ്ങളും മാഷി നമ്മളെ വിളിച്ചറിയിക്കാറുണ്ട്. അങ്ങകലത്തിലാണെങ്കിലും പകയും വെറുപ്പും ഇല്ലാതെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരേ ഒരു കൃഷ്ണമംഗലത്തുകാരൻ, അതാണ് മൂസൂട്ടി. പടച്ചോനാണ് സത്യം. കൃഷ്ണമംഗലത്തേക്ക് വീണ്ടും വരുന്നെന്ന് കേട്ടപ്പോ നമുക്ക് വലിയ സന്തോഷായി. എന്റെ ഒപ്പം ഒരാളും കൂടി വന്നിട്ടുണ്ട്. ആരാത്? ഹായ്, എന്റെ ഈ കാട്ടിന് ബീബിക്ക് ഇങ്ങോട്ട് കയറി വരാം. ഓൾക്ക് പെരുത്ത് നാണാട്ടോ. അല്ല, ഇത് ആര്? കുഞ്ഞിപ്പാത്തുവോ? അത് 2 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ വെല്ലിപ്പാത്തുവാ. കൂടെ വരണമെന്ന് ഒരേ ശാഠ്യം. എന്താ ചെയ്യാ? ആകുള്ളൊരു പെങ്ങളല്ലേ, പിണക്കം പറ്റോ? നിങ്ങളെ കൈയോട് കൂട്ടിക്കൊണ്ടുപോകുന്നതാ ഇമ്മള്. എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? അത് ശരി, അപ്പെണ്ണ് നച്ചിട്ടാതെ ഇങ്ങക്ക് കാണണ്ട.
നച്ചിപ്പാത്ത എനിക്ക് കാണണം. എങ്കിൽ പോവാം. ഉം. അയ്യോ, ഹലോ ഹലോ, ഹലോ ഹലോ, ഏയ് ഏയ്, നല്ല അടിയൊഴുക്കുള്ള നേരത്തെ ആരെങ്കിലും ഇപ്പൊ കുളിക്കാൻ ഇറങ്ങോ? അയ്യോ, ഇത് മാളികര വീട്ടിൽ നബീസും അല്ലേ? അതെ, നോക്കിക്കേ, അത് ആശുപത്രി കൊണ്ടുപോകും. ആരെങ്കിലും പോയി വീട്ടിൽ വിവരം അറിയിക്കും. ദേ നോക്കി. എന്താ ചിരിക്കാൻ? ഇവിടെ ആരെങ്കിലും തുണിയിലാണ്ട് നിൽക്കുന്നുണ്ടോ? അയ്യോ, അവര് കാണാൻ ബാക്കിയോ? തുറന്നു കൊടുത്താലേ മുതലാളി ഇറങ്ങൂ. എങ്ങോട്ട് പോണ്? നച്ചിക്കുഞ്ഞിനെ കാണാൻ. അച്ചിക്കുഞ്ഞ താനോ മാനോ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരമുള്ള ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീയെ? അതൊരു നസ്രാണി. പോയി ഡ്രൈവർ സീറ്റിലിട്ടടാ. പട്ടിയിരിക്കേണ്ടത് പട്ടിയിരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. ഉം, ഉം. അവിടെ നിങ്ങളുടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. ആ. പക്ഷേങ്കില് ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്ന് കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം. പെരകത്തുമ്പോ തന്നെ വാഴ വെട്ടണ ജമീല. ആ ബായ വെട്ടിയില്ലെങ്കില് എന്റെ ജമാൽ നിങ്ങളുടെ തല വെട്ടും. ജമീല താത്ത പറഞ്ഞ നേരാ. കുഞ്ഞുമ്മിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല. പടച്ചോനെയും പടപ്പിനെയും ഒന്നും പേടിയില്ലാത്തവനാ ജമാല്. തൊത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയനാ. ഒന്നും തോന്നരുത്. കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണയിട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞുമ്മിക്കട തല അല്ലെങ്കിൽ കോട്ടയില്. എന്തല്ലോ പേടിക്കണ്ട, നിങ്ങള് ബാ. 4 പെറ്റിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ. ഇപ്പൊ അതിനിപ്പോ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ. അത് പടച്ചോന്റെ കൃപ. എവിടെ ഓള്? ഓ, ഇത് ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയില്ലോ. വണ്ടിയും ഓടി എത്തന്റെ ഉമ്മ. കുപ്പിന്നാണ് വിവരം അറിഞ്ഞത്. കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ്. എന്നാൽ ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ്. ഈ തറവട്ടി എന്താണ്ടി നമുക്ക് നിനക്കൊരു കുറവ്? കിണറുണ്ട്, ഇഷ്ടംമാതിരി പൈപ്പുണ്ട്, ഷാബറുണ്ട്. എന്നിട്ടോ പോയി എന്താണ്ടി മുങ്ങിയത് ബലാല? ആ, അതും കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. എന്റെ ജമാലിനാണെങ്കിൽ പെമ്പിള്ളേര് പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല. ഉമ്മയുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന പണിയാണോ ഈ കാണിച്ചത്? അല്ല, ജോലിക്കാരി എന്നും പറഞ്ഞ് നിക്കണണ്ടല്ല ഒന്നിവിടെ. അനക്കൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ? എന്റെ ജമാലെങ്ങനെ ഇത് അറിഞ്ഞ അന്റെ കഥ കഴിക്കോപ്പൻ. എവിടെ എന്റെ അനിയത്തി? മയ്യത്തായ? ആ, ഇവിടെ ഉണ്ടാ. ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണം എന്തിനാണെന്ന് അറിയാവാ? ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിന് ഒരു കൂട്ടിന് വേണ്ടിയാണ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഞാനൊന്ന് എന്റെ വീട് വരെ പോയതായിരുന്നു. വീട്ടിലെന്താ നിധി കെട്ടി വെച്ചിരിക്കണ? പോയി നോക്കാൻ. എന്തായാലും അള്ളാഹ് കാത്തുരക്ഷിച്ചു. അല്ല അപ്പുറത്ത് പുതിയതായി താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത്. ആ പോയക്കടവിലെ ചുയില് പെട്ടിട്ട് രക്ഷപ്പെട്ടത് തന്നെ അതിശയാ. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം ഇല്ലേക്കാ? അതെ അതെ, ഹാജിയൊക്കെ വന്നില്ലേ? ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വാ. മമ്പറം പള്ളിയില് നേർച്ച കൂടാൻ പോയിരിക്കാ. ആഹാ.
എന്റെ കർത്താവേ, എന്താ ഈ കാണുന്നത്? കുഞ്ഞുമുക്ക, എന്താണ്ടാ? അടച്ചാനെ, ആരാ മയ്യത്തായത്? മഞ്ചലിന് മുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ചലിനകത്ത് ആജിക്ക തന്നെ. എന്താണല്ലോ? എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി. ഹാജിയാരെ കാര്യസ്ഥ എന്ന നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും ഞമ്മളെന്നെ വേണല്ലോ. പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിലെ നെടുന്തൂണാണ് പോയത്. ഇതെങ്ങനെ സംഭവിച്ചത്? പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാ പറഞ്ഞത്. പോയെന്ന് ആശുപത്രിയിലോട്ടാ? ഈ ആരുടെ കാര്യം പറയണത്? കർത്താവേ, ആചാര്യം പുഴയെ പോയാ? അല്ല, നമുക്ക് നമ്മുടെ നബീസു. നബീസുവാ? ആ അപ്പൊ ഈ മയ്യത്തായില്ലേ? കുഞ്ഞുമ്മക്കാനെ വെറുതെ സന്തോഷിച്ച് ആശുപത്രി വിളിച്ചു വെച്ചപ്പോ പോയിന്നാ പറഞ്ഞത്. പോയി എന്ന് പറഞ്ഞ മയ്യത്തായി എന്നാണ് അർത്ഥം. കള്ള ഹിമാറെ. എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം. പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മൾ ധരിച്ചത്. എന്നൊക്കെ ബീസ് ചൊല്ലാണ്ട് അറുക്കണം. അതിപ്പോ തന്നെ നടക്കും. ആചാരോട് നമ്മൾ നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത്. എന്റെ റബ്ബേ, എന്റെ അല്ലോ, പറക്കത്ത് കേട്ടവൻ തൊട്ടതല്ല ഹലാക്കാക്കി എന്ന് പറഞ്ഞ പോലെ പഠിച്ചോനെ. പുറത്തോട്ട് പോടാ. എനിക്ക് ഒന്നും പറ്റില്ല വല്യമ്മ. റബ്ബുലാലമനായ തമ്പുരാനെ ആശ്വാസമായി. ആദ്യം പിടിച്ച വല്യമാമ പറഞ്ഞത്. ഈ നേരമായിട്ടും തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. നമ്മുടെ മോക്കൊന്നും പറ്റൂല എന്ന് എന്നോട് ഞാൻ പറഞ്ഞില്ലേ? എന്റെ പൊന്നു നാത്തൂനെ, അതല്ലേ അതിശയം. മമ്പറത്തെ മൊയിലിയാർ അച്ചിട്ട പോലെ പറഞ്ഞതാ. നച്ചിമോക്ക് ഇപ്പൊ മോശ സമയം വെള്ളവും തീയും സൂക്ഷിക്കണമെന്ന്. ദായിപ്പൊ കണ്ടില്ലേ? മാത്രല്ല, നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു വിശേഷം കൂടി മൊയിലിയാർ പറഞ്ഞിട്ടുണ്ട്. 17 കൊല്ലങ്ങൾക്ക് ശേഷം ഈ മാളിയേക്കൽ തറവാട്ടിൽ എല്ലാവർക്കും ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാല് പിറക്കാൻ പോണെന്നാ മൊയിലിയാര് പറഞ്ഞത്. കാരുണ്യവാനായ എന്റെ അല്ലാ, നീ വിളി കേട്ട്. പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ 4 എണ്ണത്തിനെ കെട്ടി. മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ 4 എണ്ണത്തിനെ മൊയ് ചൊല്ലി. 5ാമത്തെ ബീവിയെ ജമീലായ ഒരു കുഞ്ഞുണ്ടായ 30 നോമ്പ് തേച്ചോളാം ഞമ്മ നേർന്നിരുന്നിക്ക. എന്റെ കാര്യമല്ല പറഞ്ഞത്. പടച്ചോനെ, ഞമ്മ പറഞ്ഞതിങ്ങ് തിരിച്ചെടുത്ത് കേട്ടാ. നമ്മുടെ നച്ചിമോടെ നിക്കാഹ് ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നുമാ പറഞ്ഞത്. അതെ, തറവാടിനൊരു അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ 40 ചടങ്ങ് കെങ്കേമമായ എന്റെ പുരയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം. അല്ല, എവിടെയാ കള്ളഹിമാർ മൂസൂട്ടി? നമ്മള് മയ്യത്തായി. വിട്ടോളി വിട്ടോളി. ഞാൻ അഹമ്മദ് കുട്ടി ഹാജി. അറിയാം, നമ്മളെ അയലക്കത്തുകാരല്ലേ? ഇതിന്റെ പെങ്ങളാ പാത്തുമ്മ. നമസ്കാരം, വരാം. ഓ, ഒരേയും പറമ്പും ആരോ വാങ്ങിയെന്നും താമസം തുടങ്ങിയെന്നും ഒക്കെ കേട്ടു. ഒന്ന് വന്ന് കാണാനോ മിണ്ടാനോ ഇതുവരെ ഒത്തില്ല. ഇതാണ് എന്റെ ലക്ഷ്മി. അസ്സലാമു അലൈക്കും. നമസ്കാരം. മനസ്സിലായില്ലേ? ആചാര് സിസ്റ്റർ. ഉള്ളത് പറഞ്ഞാ നേരിട്ട് വന്ന് നന്ദി പറയാനാ ഞമ്മള് വന്നത്. അത്രയ്ക്ക് വലിയ കാര്യ ഇങ്ങടെ മോൻ ഞമ്മക്ക് വേണ്ടി ചെയ്തേ. അതെ, വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ലക്ഷ്മി കുടിക്കാൻ എന്തെങ്കിലും? ഇതാ ഇപ്പൊ കൊണ്ടുവരാം. ഇവളുടെ ഒരേ ഒരു മോളാ നബീസു. അവളുടെ ബാപ്പ കുഞ്ഞിലേ മരിച്ചുപോയി. പടച്ചോൻ എല്ലാവിധ ഐശ്വര്യങ്ങളും എനിക്ക് ആവശ്യത്തിലേറെ തന്നിട്ടുണ്ട്. മക്കളുടെ കാര്യത്തിൽ മാത്രമേ ലുപ്ത് കാണിച്ചുള്ളൂ. സ്വന്തം മോളല്ലെങ്കിലും ഞാൻ കടം കൊണ്ട മുത്ത ആ ഓള്. അവളുടെ ജീവന നിങ്ങളുടെ മോൻ രക്ഷിച്ചത്. വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ആയുസൊക്കെ ഒടയതമ്പുരാന്റെ ഖജനാവിലല്ലേ? ആ സൂക്ഷിപ്പുകാരൻ തീരുമാനിക്കുന്ന പോലെ എല്ലാം നടക്കൂ. എന്റെ മോൻ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അതാരാ? ഞാൻ പറഞ്ഞില്ലേ, ആ സൂക്ഷിപ്പുകാരൻ. ആയുസിന്റെ കാര്യത്തിൽ അവൻ എന്റെ പൊടിമോളോട് ഒരു തമാശ കാണിച്ചു. ഒരു കണക്കിന് അവനെ കുറ്റം പറയാൻ പറ്റില്ല. എല്ലാ സൗഭാഗ്യങ്ങളും അവൻ കൈ നിറച്ച് ഞങ്ങൾക്ക് തന്നു. പക്ഷേ അത് കൊണ്ടു നടക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലാതെ പോയി. മോൾക്ക് എന്താ പറ്റിയത്? കുടുംബക്കാരെല്ലാം ചേർന്ന് മുറച്ചെറുക്കനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. അപ്പോഴാണ് കൂടെ പഠിച്ച ഒരുത്തനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ പറയുന്നത്. ഓ, ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത ബന്ധമായിരുന്നു അത്. എല്ലാവരും എതിർത്തു. ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛനും അമ്മയും തന്നെയാണ്. പക്ഷെ അവള് ഞങ്ങളെ തോപ്പിച്ചു കളഞ്ഞു. കല്യാണത്തിന് തലേന്ന് അവൾ തൂങ്ങി മരിച്ചു. മോളുടെ മരണത്തെക്കുറിച്ചുള്ള കുറ്റബോധം
ലക്ഷ്മിയെ മാനസികമായി തളർത്തി. അവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഒടുവിൽ ഡോക്ടറാണ് ഉപദേശിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയത്. മോൻ എഞ്ചിനീയറാ. ഗൾഫിലൊരു ജർമ്മൻ കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നതാ. പെങ്ങളുടെ കല്യാണം കൂടാൻ വന്നു, പിന്നെ തിരിച്ചു പോയിട്ടില്ല. ആ, മോനിപ്പോ എന്ത് ചെയ്യുന്നു? അവനിപ്പോ സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു. എന്റെ ഇത്ര നാണിക്കാൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്തേ നിനക്ക് മാത്രം ഇത്ര നാണം? സർ, ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസസ് മേനോൻ, മിസ്റ്റർ മേനോന്റെ വൈഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു, എന്തായും ചോദിച്ചു. ഏതാണ്ടൊരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സാർ? മിസസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്, അതും എടുത്തോളൂ. ശരി സാർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതും കൊടുത്തോളൂ. മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂയിലുള്ള 2 പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഇല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന ആ 2 സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയാണോ മാഡം? കണ്ട മാന്യൻ മനസ്സിലേക്കോ? ഇവർക്കെന്താ വട്ടായോ? അയ്യേ, അല്ല, എനിക്കും ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം. എവിടെ തിണ്ടി? ആഹാ, ഇവിടെ പാടി. ചോദിക്കും ബേബിക്ക് വലിയ ഹെഡ് വെയിറ്റാ. നിന്നെയാൾ വെള്ളത്തിന് മുങ്ങിയെടുത്തത്? ഈ മരം കയറി പെണ്ണിനെ എത്ര പാടുപെട്ടിട്ടാ കിട്ടിയെന്നറിയോ? ഇനി ഇപ്പൊ ഇവള് പറഞ്ഞില്ലെങ്കിലും ഈ ചേച്ചിമാരോടെല്ലാം നമ്മുടെ കുഞ്ഞിപ്പാത്ത് പറയും. പറ കുഞ്ഞിപ്പാത്തു. ഏയ് കുഞ്ഞിപ്പാത്തു, ആ നീ ഞങ്ങൾക്ക് വാക്ക് തന്നതെല്ലാം പറയാന്ന്. ചോദിച്ചെല്ലാം മേടിച്ചു തരോ? തരാം. എങ്കിലിനി എല്ലാം ഈ കുഞ്ഞിപ്പത്ത് പറഞ്ഞുതരാം. അയ്യോ, നമ്മള് നിലവിളിച്ചതും ആ ചെക്കനോടി വന്ന് പുഴയിലേക്ക് പ്ലുമ്മെന്നൊരു ഒറ്റ ചാട്ടം. എന്നിട്ട് നച്ചിത്താത്ത ഇങ്ങനെ 2 കൈ കൊണ്ടും പൊക്കിയെടുത്ത് കരയിലോട്ട് വന്നു. എന്നിട്ട് ആ ചെക്കൻ മുണ്ടുരിഞ്ഞ് നച്ചിത്താത്തി പൊളിപ്പിച്ചു. അപ്പൊ നച്ചയുടെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, അരഞ്ഞാണം. ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, നില പൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കൊമ്പുരുസി രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. നീ ഇതെങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഈ കോലത്തിലാ? അയ്യേ, ഇതെന്ത് കോലം? ഞാനെന്താ ഇങ്ങനെ? ഓ, മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയിക്കോളാം. ഒന്ന് നന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഒന്ന് കാണട്ടെ. നബീസ് പേരല്ലേ? അതെ, നച്ചിന്ന ചെല്ലപ്പേര്. ആ, എന്റെ പൊടിമോക്കും ഇതേ പ്രായമായിരുന്നു. പഠിക്കാൻ വലിയ മിടിക്കായിരുന്നു. അടുക്കളയിൽ എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ മൂക്കത്താ ദേഷ്യം, പിന്നെ സമരം ഭക്ഷണത്തിനോടാ. വാശിക്കാരിയാ, അതുകൊണ്ടല്ലേ. എല്ലാം വല്യമ്മ പറഞ്ഞു. എടി, 8:02 ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ മിസ്സാവും. എങ്കിൽ വൈകണ്ട, പോയിക്കോളൂ. ശരി. ഇതെന്താ അത്ര ധൃതിയില്? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല, ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല. പോയോ? നോക്കിയേ, എന്താ ഇത്? എന്ത് പുതിയ തുമ്പിക്കയോ?
സംഗതി കൊള്ളാം. മാജിക് കാരനാണോ? അങ്ങനെയൊന്നുമില്ല. ലുങ്കി ഇത് കുറെ ഉണ്ടല്ലോ. വേണോ? ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി. ഒന്ന് നോക്കിയോണേ. നോക്കിക്കോളാം. നോക്കിയാൽ മതി, അടിച്ചു മാറ്റരുതേ. എവിടെ പോയത്? ഹായ് ഹായ്, എന്തൊക്കെ വാങ്ങി നോക്കട്ടെ. ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? ഏയ് മിസ്സിസ് മേനോൻ, അസലീലും വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തികെട്ടവനെ. ഹലോ, രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? കുറച്ചു നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സംശയമുണ്ട്. അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത്. മറ്റൊന്നുമില്ല, ഈ കാണാഭാഗത്ത് മറുകുണ്ടായ ഭാഗ്യമല്ലേ? ഉമ്മയോ? അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷനായിട്ടോ. ചോദിച്ചാ ഞാൻ എങ്ങനെ തരാതിരിക്കുക? എന്തു പറ്റി? കണ്ണിലൊരു കരട് പോയി. കണ്ണി കരട് പോയാ പല്ലിലാണോടാ കുത്തുന്നത്? കണ്ണി പോയ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്ത. വീട്ടിൽ യാതൊരു ഫ്രീഡം ഇല്ലെന്ന് വെച്ചാ ഇവന്റെ കണ്ണിലല്ല, കരളിലാണ് കരട് വീണിരിക്കുന്നത്. ഫോണിലൂടെ അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു നാണമില്ലാത്ത പഹയൻ. ഏയ്, എന്തേ ഉത്തരം പറഞ്ഞില്ല? പോയോ? കറണ്ട് ഇന്ന് നേരത്തെ പോയല്ലോ. നബീസു, ഞാൻ ഇവിടെ ഉണ്ടമ്മ. ഏയ്, സുഖാണോ? നിനക്ക് പ്രേമിക്കാൻ ജമാലിന്റെ പെണ്ണിന് തന്നെ വേണം അല്ലേ? കുഞ്ഞുമക്ക, ജമാല് എന്താണോ ഈ വയനാടൻ കാട്ടുപോത്ത് എപ്പം മലയിറങ്ങി? അയാൾ ഇന്നിവിടെ എല്ലാം നിരപ്പാക്കും. എന്താണോ
കൊമ്പന്റെ ബിംബും വമ്പന്റെ മുമ്പും അത്ര പന്തിയല്ല. നീ വണ്ടി വേഗം തിരിച്ചു വിട്ടോ. അതല്ലേക്ക ഇക്ക എന്നൊന്നും മധ്യസ്ഥം പറഞ്ഞില്ലെങ്കിൽ അയാൾ അവനെ തല്ലിക്കൊല്ലും. അയാൾ തല്ലിക്കൊല്ലും. തല്ലിക്കൊല്ലട്ടെ. അപ്പൊ അതല്ല, വന്നേ ഒന്ന് ഒന്ന് ചെല്ലിക്ക പ്ലീസ്. അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഒന്ന് ചെല്ലിക്ക. ഇക്കൊന്ന് മധ്യസ്ഥ വായിക്ക ചെല്ലി ഒന്ന് ചെല്ലി ചെല്ലി. വേണ്ടടാ. എന്റെ ജമാലെ, എന്താ ഇത്? നിനക്ക് എന്ത് പറ്റി? നിനക്ക് ഭ്രാന്ത് പിടിച്ചാ? എനിക്ക് ഭ്രാന്ത് പിടിച്ചു. ഈ നായിന്റെ മോനെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. നബീസു തന്റെ പെണ്ണാണെന്ന് അവളുടെ നെറ്റിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അതേടാ, ഓൾ എന്റെ പെണ്ണാ. ഓൾ ആരെങ്കിലും നോക്കിയാ ഓന്റെ മയ്യത്തെടുക്കും ഞാൻ. ഓനപ്പൊ നമ്മളെ നബീസോട്ട് ലവ്. അതല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങളതൊന്നും അറിഞ്ഞില്ല. അള്ളാണ് നമ്മൾ അറിഞ്ഞില്ല. ഓന അത്രയ്ക്ക് ധിക്കാരവാ. എടാ ബടക്ക് ഹിന്ദുച്ചക്ക, ഓനക്ക് അത്രയ്ക്ക് ധൈര്യവാ. അടിമച്ച സോറി ജമ്മുക്ക. അങ്ങോട്ട് മാറാ. എവിടെ ആറാൻ പറഞ്ഞു? ഇനി നിന്നെ ഒന്നും തല്ലാൻ എന്നെ കിട്ടില്ലടാ. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. നബീസുവോ അതോ ഓളുടെ സ്വത്തോ? ഏതിലാ കണ്ണ്? അന്റെ ഒരുമ്പെട്ട നാക്കൊണ്ട് വലിയ മുണ്ടിയാളുണ്ടല്ലോ, കൊന്നുകളെ ഞാൻ. ചുമ്മാ അല്ല കെട്ടി ഇട്ടേച്ചു പോയത്. ഓളെ പറ്റി പറഞ്ഞ മൂക്കത്ത കോപം. പക്ഷെ ആരും അറിയാതെ വാതിൽ തുറന്നു തരാൻ ഈ സുബീദ ഉണ്ടല്ലോ. വെറുതെ അല്ലല്ലോ കടത്തിന്റെ പേരും പറഞ്ഞ് കൊറേ പുളിങ്കുരു പോലെ എണ്ണി വാങ്ങിയിട്ടല്ലേ. അതുകൊണ്ട് തന്നെ സഹിക്കണത്. മുതലും പലിശയും തിരിച്ചടച്ച് എങ്ങനെങ്കിലും ഈ വീട് സ്വന്താക്കണം. എന്നിട്ട് വേണം എന്റെ മുന്താസിനെ കെട്ടിച്ചയക്കാൻ. മാളിയേക്കര വീട്ടിൽ കോളേജ് കുമാരിയായി കഴിയല്ലേ അനിയത്തി? എന്താ അതുപോലെ? ആശ്രയമില്ലാതെ ഇവിടെ കഴിയുന്നതിലും ഭേദമില്ല ആ സൗജന്യം. എന്തായാലും എന്നെ പോലെ അടുക്കളക്കാരിയായല്ലോ. ജമാൽക്ക, ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഈ സമയത്ത് ഇവിടെ കാണാനേ വഴിയുള്ളൂ. എന്താടാ? ആ നമ്പ്യാർ നമ്മുടെ തടിയിൽ ലോറിയും തടഞ്ഞു. പക തീർക്ക കള്ള പന്നി. ജമാലിന്റെ തനിനിറം ഓൻ കാണും. വാടാ. എന്ത് പറ്റി? വയനാട് വരെ ഒന്ന് പോണം. എന്താ അത്ര പെട്ടെന്ന്? പോയേ പറ്റൂ. ഈ പാതിരാത്രിയിലോ? ആ ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടല്ലോ, ഓൻ ഈ ജമാലിന്റെ തനി രൂപം കണ്ടിട്ടില്ല. ചോദിക്കും, പക്ഷെ യാചിക്കാൻ അറിയില്ല. എന്നിട്ടും തടസ്സം നിന്ന എത്ര വലിയ കൊമ്പനായാലും ഇതുകൊണ്ടുള്ള ഭാഷ എനിക്ക് വശമുള്ളൂ. ജമാലിനോടാ അവന്റെ കളി. എന്റെ ജമാല്, ഈ പൊല്ലാപ്പൊന്നും ഉണ്ടാക്കരുത്. മുണ്ടി പോരുത് മച്ചാ. ആണ്ട പിടിച്ച് മൊച്ചനെ. ആ ചെക്കൻ ഇനി നബൂസുന്റെ പുറകെ നടന്ന മരുമോളെ കാണാൻ നിങ്ങൾക്ക് ഈ കഴുത്തുമേലെ തല ഉണ്ടാവൂല. ജമാലിന് ഒറ്റ വാപ്പേ ഉള്ളൂ, അതുപോലെ ഒറ്റ വാക്കും. നിങ്ങൾ എന്താ ഈ തപ്പി നോക്കണത്? പലമാതിരി ജന്തുക്കളെ നമ്മളെ കണ്ടിട്ടുണ്ട്. അത് ചിലതിനൊക്കെ വേവിച്ച് തിന്നിട്ടും ഇതുമാതിരി ഒരു ഹിംസ്ര ജന്തു നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ജമീല ഒന്ന് വേണമെന്ന് വെച്ചാ അത് നേടിയിട്ടേ അടങ്ങുള്ളൂ. അത് ഓന്റെ സ്വഭാവ. പണ്ട് ബാപ്പമാര് വാക്കുകൊടുത്ത ബന്ധമല്ലേ, അത് അങ്ങോട്ട് നടത്തി കൊടുത്താൽ എന്താ? ബാപ്പമാര് ബാക്ക് കൊടുത്ത പണ്ടല്ലേ, ഇപ്പൊ ഓളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? വലുതായില്ലേ? ഇഷ്ടവും മനസ്സും ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ കഴിയണത്. ഉം. അതുപോലെ അതും അങ്ങ് നടക്കും. കുട്ടികളുണ്ടാവില്ലെന്ന് പറഞ്ഞ് 4 എണ്ണത്തെ മൊയ് ചൊല്ലി എന്നെ കെട്ടി. എന്നിട്ടിപ്പോ കൊച്ചുണ്ടായോ? എനിക്ക് നല്ല ഉറപ്പാ കൊയപ്പം നിങ്ങൾക്കാണെന്ന്. അപ്പൊ അനക്ക് നേരത്തെ കൊച്ചുണ്ടായിട്ടുണ്ടോ? എങ്കിൽ ഇപ്പൊ പറ, ഇപ്പൊ മുയ്യല്ല. വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്കിത് പാരമ്പര്യമായിട്ടുള്ളതാ. ആദ്യക്കാട് ഗതി ഇതന്നല്ലേ. എന്റെ മനസ്സ് പറയണത് 6ാമത്തെ കെട്ടിലെ ഇമ്മക്കൊരു കുഞ്ഞിക്കാല് കാണാൻ യോഗം ഉള്ളൂ എന്നാ. അന്ന് നിങ്ങളുടെ മയ്യത്തെടുക്കും. ഈ ജമീലേ ജമാലിന്റെ പെങ്ങളാ. ദേ നോക്കിയേ, മാളിയക്കര കുടുംബത്തിലെ കോടിക്കണക്കിന് സ്വത്തിന് അവകാശിയാ നബീസു. ഓളെ എന്റെ ജമാലിന് കൊടുത്തില്ലെങ്കിലേ അവങ്ങളെ തട്ടും. എന്റെ പടച്ചോനെ, കർക്കിടക മാസത്തിൽ എത്ര വെള്ളടി പാഴായി പോൺ. അതിലൊരെണ്ണ ബലാല് ജമാലിന്റെ തലേ വീഴില്ലല്ല. ജമാൽ അവൻ ആര്? അല്ലെങ്കിലും അല്പം സാഹസികതയുണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലുള്ളൂ. എന്താ നീ പേടിച്ചു പോയോ? കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ല, കരളുറപ്പാണ്. അത് നിനക്കില്ലേ? ഞാനാ. നിന്റെ മോന് ഈടെയായിട്ട് കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ. എന്താ നിന്റെ കവളത്തൊരു പാട്? അപ്പൊ അത് ഈ കഷ്ടപ്പാടാ. കഷ്ടപ്പാടോ? അപ്പൊ ഈ കൺസ്ട്രക്ഷന്റെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടേ. ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ അച്ഛാ? കടപ്പാട്, ബദ്ധപ്പാട്, വേർപാട്, മുറിപ്പാട്, എടപ്പാട്, വെളിച്ചപ്പാട്, അങ്ങനെ ഒരുപാട്. ഇവന് ഞാൻ ഉദ്ദേശിക്കുന്ന അസുഖമാണെങ്കിൽ
നെല്ലിക്ക നല്ല തണുത്ത വെള്ളത്തിലിട്ട് 3 നേരം ഉച്ചയിൽ ധാര കോരിയാ മതി. ശരിയാ, അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം. ആ, ഒരു മിനിറ്റ് ഒന്നുകൂടി വരൂ. വാന്നൊരു കാര്യം പറട്ടെ. എന്താ അത്ര സ്വകാര്യം? സോറി മാഡം, അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കേണ്ട കാര്യം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഒന്ന് വരൂ. അച്ഛൻ സംശയിച്ചത് ശരിയാ. എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ദാ ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്കുക, ഇട്ട ഡ്രസ് പോരാന്ന് തോന്നുക, മുടി ചീകിട്ടും തൃപ്തി വരാതിരിക്കുക. ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാ അച്ഛാ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്ത് പ്രാന്ത്? അതെ, ഈ പ്രേമവും ഒരു തരം ഭ്രാന്ത് തന്നെയല്ലേ അച്ഛാ? എന്തല്ല അങ്ങനെ ആ ഒരു തൊല്ലയും ഒഴിഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. തലവെട്ടിക്കളയും കുടലെടുത്തുകളയും. ഇപ്പതേ കണ്ടില്ലേ, മതയാനെ ബലങ്ങ് വെച്ച് കൊണ്ടുപോണ പോലെ കൊണ്ടുപോകണം നമ്മുടെ അളിയനെ. എന്റെ കുഞ്ഞുമ്മക്ക, പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ തലയിലെത്ത് നേരെ ആവാനും അധികം സമയം വേണം. എന്തായാലും കുഞ്ഞുമ്മക്ക രക്ഷപ്പെട്ടു. അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ. ഫോറസ്റ്റ് ഗാർഡിനെയാണ് കുത്തിയത്. എബൻ കുറച്ചു കാലം ഗോതമ്പുണ്ട മിഴുങ്ങേണ്ടി വരും. നോക്കള് നിന്നെ നോക്കണല്ല, കുഞ്ഞുമ്മക്കാനെ. അല്ല നിന്നെ. കുഞ്ഞുമ്മക്കാനെ നിന്നെയാണ് വിളിക്കണത്. അല്ല കുഞ്ഞുമ്മക്കാനെ. ആണോ? എന്തല്ലോ അങ്ങോട്ട് ചെല്ല്, എന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ടിരിക്കി. കയ്യില് വിലങ്ങ്, കൂടെ പോലീസുകാര്. അളിയന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ധൈര്യമായിട്ട് ചെല്ല്, കൂടെ ഞാനുണ്ടെന്നേ. ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ചെല്ല്. ഞാൻ വന്നോ? എന്താണ്ടാ? തൽക്കാലം ഞാൻ പോണു. തിരിച്ചു വരുമ്പോ ഞാനും ഓളുമായിട്ടുള്ള നിക്കാഹ് നടക്കണം. അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചോടിച്ചില്ലെങ്കിൽ വയ്യത്തായ എന്റെ ബാപ്പയാണ് സത്യം. തന്റെ കുടല് ഞാൻ എടുക്കും. കുഞ്ഞുമ്മക്ക പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ. ജമാലല്ലേ പറഞ്ഞത്, അവൻ ചെയ്തിരിക്കും. ഉമ്മക്ക് അനുഭവമുള്ളതാണ്. പ്രേമം എന്ന് പറഞ്ഞാ പെരുമ്പാമ്പ് മാതിരിയാണ്. ചുറ്റി വരിഞ്ഞിട്ട് ഒടുക്കോങ്ങ് വീങ്ങും. ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ. നല്ല പൊരുത്തുള്ള ജോഡികള് നമുക്ക് പാടില്ല. ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തിട്ട് നടക്കും. എന്തിനാ കുഞ്ഞുമ്മക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത്? അവൻ വന്നുണ്ട്. കാശെന്ന് പറഞ്ഞ അവൻ കമിഴ്ന്നടിച്ചു വീഴും. പിന്നെ ഒരു കാര്യം, ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട. എന്തിനാ നിങ്ങൾ എന്നെ വിളിപ്പിച്ച്? പിടിക്ക്. ഹായ്, എന്റേതിപ്പാ 10,000 രൂപ. എന്തിനാ? ഈ ഒരുത്തനെ തല്ലണം. ഒരു വരുത്തനെ അല്ലാനോ? ഒരു മുസൽമാന്റെ തല്ല് തന്നെ ഓൻ കൊള്ളണം. പേടിക്കണ്ട, കൂടെ തല്ലാൻ ഈ നസ്രാണിയും കാണും. ഹായ്, തല്ലാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ പറപ്പാ. അത് തല്ലി കഴിഞ്ഞ ശേഷം പറയാം. കാര്യം ഭംഗിയാക്കിയ 2 പേർക്കും ഇനിയും കിട്ടും പണം. എങ്കിൽ നമ്മൾ ഏറ്റിരിക്കും. അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലിച്ചതയ്ക്കണം. പക്ഷെങ്കിൽ കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം. അതെന്തിനാ? വിൽക്കാൻ അല്ല, ഓന്റെ മുഖത്ത് നോക്കി എനക്ക് 2 വർത്താനം പറയണം. 24 മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാഴ്സല് ഞങ്ങൾ കുഞ്ഞുമ്മക്കാന്റെ കൺമുമ്പിൽ കൊണ്ടിട്ടിരിക്കും. ഹലോ 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 ഹലോ. വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഞങ്ങൾ തന്നെ തല്ലാമെന്നതാ. തല്ലാനോ? എന്തിന്? എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ? ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മം എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെന്താ കാവടിയാട്ടോ? എന്റെ ബാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. എന്നിട്ടിരിക്കേ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ 2 പേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട്, എന്നിട്ട് പരസ്പരം തല്ല ശരിയാണോ? വളരെ മോശമല്ലേ? പൈസ വാങ്ങിയാൽ തീർച്ചയായും തല്ലണ്ട. തല്ലണം.
അവന്റെ അച്ഛനെയും ഒന്നും ഉമ്മർത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. എന്താ മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്, പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയായിരിക്കും അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. നീയാ? എന്ത് ഭാര? 10,000 രൂപ നമ്മുടെ എണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. എല്ലടാ സാക്ഷി? അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. എന്റെ എല്ലാ അവയവങ്ങളും അവന് തന്നെ. കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? അല്ല, ഈ ഒരു കൈയും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്. റബ്ബുലാലമനായ തമ്പുരാനെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇങ്ങനെയൊക്കെ തോന്നിക്കാൻ എന്റെ മോക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയതല്ല, അഹമ്മദിയാ ചുട്ടടി അതിന് കൊടുക്കേണ്ടത്. ശാസിച്ചല്ല, സ്നേഹിച്ച ഞാൻ നിന്നെ വളർത്തിയത്. ആ വല്യമ്മാമയെ നീ പരീക്ഷിക്കുകയാണോ? ഈ മാളിയേക്കര കുടുംബത്തില് ഇങ്ങനെ ഒരു നാണക്കേട് എന്റെ ഓർമ്മയിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഈ വിവരം അറിഞ്ഞപ്പോ മുതല് നിന്റെ വല്യമാമ ഉരുകി ഉരുകി തീരുക. അതറിയോ അനക്ക്? നിന്റെ ജമാൽ അറിഞ്ഞ എന്ത് പുകിലായിരിക്കും നടക്കുക? എന്തിനാണ് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കണത്? കണ്ടില്ലേ, എന്റെ ശരീരം പന്നി ഇറങ്ങിയ പാടം പോലെയായി. ഇവന് കിട്ടിയ തല്ല് ഒമ്മക്ക് എന്നൊരു താക്കീതാണ്. അല്ല, ഓൻ നിരപരാധിയാ. സത്യം പറഞ്ഞ ഓൻ ഉള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയല്ലേ രക്ഷപ്പെട്ടത്. പന്നി ഓടാൻ അറിയാവുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിക്കാസും കട്ടപ്പാരിയായിട്ട് ഓന്റെ ജോലിക്കാര് കൊല്ലാൻ ഒങ്ങിയപ്പോ ഓൻ ഒറ്റൊരുത്തൻ തടുത്തോണ്ടാ എന്റെ ജീവനെല്ലാം ബാക്കി കിട്ടിയത്. എന്റെ സ്റ്റെബിലൈസറിന് അടി കിട്ടിയത്. പാപം, കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരനാ. ഇനിയുള്ള ജീവിതം എന്തിനു കൊള്ളും? നിസ്കരിച്ച് തീർക്കല്ലേ? ഇനി വർഗീയത വെച്ച് കളിച്ചാലേ ഓനൊരു പാഠം പഠിക്കും. വാളെടുക്കാൻ വരട്ടെ. 2 കൈ മുട്ടിയാലല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ. ഇവള് ഒരു കാരണക്കാരിയല്ലേ? എന്താ മോളെ നിന്റെ ഉദ്ദേശം? നീ ആഗ്രഹിച്ചതൊക്കെ ഈ വല്യമ്മാമ നടത്തി തന്നിട്ടില്ലേ? പക്ഷെ ഇപ്പോ ഈ അരുതാത്തതൊക്കെ ആഗ്രഹിച്ച വാങ്ക് വിളി കേൾക്കണ ഈ തറവാട്ടില് ഇനി എല്ലാരും സംകൂതേണ്ടി വരും. അതിന് യോഗം ഉണ്ടാകൂല. ശങ്കൂതന്റെ ചങ്ക് ജമാല് കൊണ്ടുപോകും. നമ്മളൊരു കാര്യം പറയാം. കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയ ബിരിയാണിയിൽ വിഷം ഒഴിച്ച് തിന്ന് നമ്മ ശത്തുകളയും. ചുമ്മാ നീ എന്താ ഒന്നും മിണ്ടാത്തത്? കൊച്ചുനാളിൽ എനിക്ക് അരക്കൽ ബിബിയുടെ കഥ പറഞ്ഞു തന്നത് വല്യമ്മയായിരുന്നില്ലേ? കഥയായാലും കാര്യമായാലും വല്യമ്മ പറഞ്ഞത് മാത്രം കേട്ട് വളർന്നോളാം ഞാൻ. വല്യമ്മ പറയുന്നത് അനുസരിച്ചിട്ടുള്ളൂ. പണ്ട് അങ്ങ് വടക്ക് ഏഴുമലക്കോലത്തെ 2 തമ്പുരാട്ടിമാർ പുഴയിൽ കുളിക്കാൻ പോയി. കുളിച്ചുകൊണ്ടിരുന്നപ്പോ മൂത്ത തമ്പുരാട്ടി ഒഴുക്കിൽപ്പെട്ടു. അപ്പുറത്തെ കടവിൽ കുളിച്ചോണ്ട് നിന്നിരുന്ന ഒരു മുസൽമാൻ നിലവിളി കേട്ട് ഓടി വന്ന് തമ്പുരാട്ടിയെ രക്ഷിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഒഴുക്കിൽ ഉടുതുണി നഷ്ടപ്പെട്ട ആ തമ്പുരാട്ടി കരയിൽ കയറാനാവാതെ കഴുത്തോളം വെള്ളത്തിൽ ആ പുഴയിൽ തന്നെ അങ്ങനെ നിന്നു. എന്നിട്ടോ? ആ തമ്പുരാട്ടിക്ക് നാണം മറയ്ക്കാൻ
തന്റെ രണ്ടാം മുണ്ട് ആ മുഹമ്മദിയൻ ദാനമായി നൽകി. പക്ഷേ കരക്കാരും കുടുംബക്കാരും ആ വാർത്ത കേട്ട് ഞെട്ടി. ഒപ്പം നാട് ഭരിക്കുന്ന കോലോത്തിരി രാജാവും. ആ മുസൽമാനെ രാജാവ് കൊന്ന വല്യമ്മ. അതാണ് രാജാവിന്റെ വലിയ മനസ്സ്. മാനവും ജീവനും രക്ഷിച്ച മുസൽമാനെ ഭർത്താവായി വേണമെന്ന് തമ്പുരാട്ടി പറഞ്ഞപ്പോ രാജാവ് തന്നെ നിക്കാഹം നടത്തി കൊടുത്തു. അറയ്ക്കൽ കൊട്ടാരവും പണിത് കൊടുത്തു. ലക്ഷ്യമോക്ക് കഥ ഇഷ്ടമായോ? എന്താ കിനാവ് കാണുക? അപ്പുറത്ത് ഇനിയും ബഹളം തീർന്നിട്ടില്ല. ഇപ്പൊ എന്റെ പേരിലെ കുറ്റം. ഞാൻ അത്ര നിന്നെ ചീത്തയാക്കിയത്. എല്ലാവരുടെ ഔദാര്യത്തിൽ കഴിയുന്നവളായതുകൊണ്ട് ഞാനായിട്ട് ഒന്നും മിണ്ടാനും പോയില്ല. ഗീതയും ഖുറാനും കൂടെ ഒരു തുണി തുന്നിച്ചേർക്കാൻ പറ്റുമോ? ചന്ദ്രനിൽ നിന്ന് മനുഷ്യൻ ചൊവ്വയിലെത്തി. അവിടെ ലക്ഷറി ഫ്ലാറ്റിനുള്ള ഫൗണ്ടേഷൻ ഇട്ട് തിരിച്ചു വന്നിരിക്കുക. അപ്പോഴച്ഛന്റെ ഈ ജാതി മതവും. നിന്റെ ഈ കൺസ്ട്രക്ഷൻ ഭാഷ എന്നെ ഉപയോഗിച്ചാണല്ലോ. ഇത് കണ്ടോ അമ്മേ? അച്ഛൻ ഇപ്പോഴാ പഴയ സ്കൂൾ വാദ്യര് തന്നെയാ. അച്ഛാ, ഇതൊരു ഹൈടെക് യുഗമാണ് അല്ലേ അമ്മേ? അച്ഛൻ പറയുന്നത് ശരിയാ. എനിക്കെന്തോ പേടി തോന്നുന്നു. നമുക്കിതൊന്നും വേണ്ട മോനെ. എടാ, ഇപ്പോഴാണ് നിങ്ങൾ രണ്ടുപേര് കരഞ്ഞാ മതി. ഇങ്ങനെ വാശി പിടിച്ചാ പിന്നെ വേറെ പലരും കരേണ്ടി വരും. അറിയോ, അവരത്ര ലാളിച്ചു വളർത്തുന്ന കുട്ടിയാ അത്. എന്റെ മോൻ നാട്ടുകാരുടെ തല്ലുകൊണ്ട് അകാലചരമം പ്രാപിക്കാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ 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 എന്താന്ന് പറയുന്നത്? ഇതിന്ന് പിന്തിരിയ. പക്ഷേ ഇനി പിന്തിരിയാൻ പറ്റുമെന്ന് തോന്നണില്ല. എന്തുകൊണ്ട്? മനസ്സുകൊണ്ട് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി. ഇടാ, മനസ്സ് നിന്റെയല്ലേ, നിനക്ക് നിയന്ത്രിച്ചൂടെ? മനസ്സ് എന്റേതാണെങ്കിലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ അതെന്റെ ശമ്പളക്കാരനൊന്നല്ലോ. ശമ്പളക്കാരനൊന്നല്ലോ എന്ന് ആണോ? അത് അല്ല പിന്നെ. ഇവൻ എന്തായി പറഞ്ഞേ? ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോ തന്റെ അടുത്തോടുകൂടി നിക്ക, അത്ര തന്നെ. മറ്റാരും എനിക്ക് പ്രശ്നമല്ല. വല്യമ്മയുടെ മനസ്സ് വേദനിച്ച് കാണുമ്പോ സഹിക്കാൻ പറ്റണില്ല. വല്യമ്മയെ വേദനിപ്പിക്കാനും പറ്റില്ല, സ്നേഹിച്ച ചെറുക്കനെ മറക്കാനും കഴിയില്ല എന്ന് പറഞ്ഞാ പറ്റുവോ? പറഞ്ഞു നാവെടുത്തില്ല. ദേ, പ്രതി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തട്ടം തലയിൽ ഇട്ടപ്പോഴാ മാളേക്കിലെ നച്ചിത്താത്തയായത്. എന്തേ മൂത്തൊരു വല്ലായ്മ? എനിക്കെന്തോ പേടി തോന്നുന്നു. എന്റെ നബീസു, ബിൽഡിംഗ് റോൾ എല്ലാം നോക്കിയിട്ട് കെട്ടിടം പണിയാന്ന് വിചാരിച്ചു നടക്കോ? ആദ്യം കിട്ടിയ സ്ഥലത്ത് നമ്മൾ ഈ കെട്ടിടം പണിയുന്നു. ഞാൻ പോട്ടെ നബീസു, നിങ്ങൾ സംസാരിക്കേ. അതെ, അതാ എന്റെ ശരി. പേടിക്കണ്ടെന്നേ, അപ്രൂവൽ നമുക്ക് പിന്നെ വാങ്ങിച്ചെടുക്കാം. ബിൽഡിംഗ് റൂൾ എക്സംഷൻ സർക്കാർ പോലും അനുവദിച്ചിട്ടുള്ളതാ. നിങ്ങൾ പറയണതൊന്നും നമുക്ക് മനസ്സിലാവണില്ല. ഈ കോളേജ് കുമാരിയുടെ ഗ്രൂപ്പ് ഏതാ? സെക്കൻഡ്. അപ്പൊ സസ്യോളജി അല്ലെങ്കിൽ ജന്തുവോളജി. ഗാന്ധിജി അറിയോ? എന്തിനാ? അല്ല, പരിചയപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വീരശൂര പരാക്രമികളായ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആ മഹാൻ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? തോക്ക് ചൂണ്ടിയിട്ടല്ല, പട്ടിണി കിടന്ന്. അതുപോലെ നമുക്കും ഒരു തോക്കില യുദ്ധം ആരംഭിക്കാം. എന്നുവെച്ചാ നമുക്ക് ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യയോ? അതെ, ഒരു ആത്മഹത്യാ ഭീഷണി. ജാതിയും മതമൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ രക്ഷിതാക്കളൊക്കെ പാവങ്ങളാ. അവരെ വരട്ടാൻ വേണ്ടി ഒരു തന്ത്രം. വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സ്റ്റൂള് തെറ്റി. ഓ, അത് ശരി. ആത്മഹത്യാശ്രമം കൊള്ളാം. എടാ കഴുതേ, ആരെങ്കിലും ഈ പഴഞ്ച ഏർപ്പാട് കൊണ്ട് നടക്കുമോ? ഇന്ത്യ ആണവരാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത്. ഹൈടെക്. ഈ ഹൈടെക് യുഗത്തിൽ ആരെങ്കിലും തൂങ്ങിച്ചാവോടാ? എടാ, ഒന്നുകിൽ ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ നനഞ്ഞു തോർത്തിട്ട് കറണ്ടെ പിടിക്കുക. ഇനി ഇതൊന്നുമല്ല, വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ്, ബി കോംപ്ലക്സ് പോലെ ഏത് മുറുക്കാക്കടലും കിട്ടും. കോക്കറി കാണിക്കല്ലേ.
മനുഷ്യനോട് നടുവും തല്ലി വീണ് ചാവാറായിട്ട് നിൽക്കുമ്പോഴാ മാധവമാഷൊരു പഠിച്ച തമാശ. അല്ല, നീ എന്തിനാ ഇത് ഇവിടെ നോക്കിയത്? നിന്റെ മുറിയിലാവായിരുന്നില്ലേ? അവിടെ ആകുമ്പോ ആരും അറിയില്ല. അത് ഈ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ റൂമല്ല. അവിടുത്തെ റൂഫിന് ഹൈറ്റ് ഇല്ല. റൂഫിന് ഹൈറ്റ് ഇല്ലാന്ന്. അച്ഛനും മോനും വീണ്ടും തുടങ്ങിയോ? കണ്ടില്ലേ മോന്റെ പുതിയ ഹൈടെക്? അയ്യോ, എന്താ ഇത്? നീ എന്തിനാ ഈ കുറുക്കിട്ടത്? ചുമ്മാ ചുമ്മാതല്ല, നമ്മുടെ മോനെ ഈ ഇടയായിട്ട് വേണ്ടാത്ത എന്തൊക്കെയോ തോന്നി തുടങ്ങി. കൂടോത്ര അറിയുന്ന മുസ്ലിംമാരപ്പുറത്ത് അവരെന്തെങ്കിലും ചെയ്ത് കാണൂ. ഇനി കുട്ടിച്ചാത്തൻ ആരെങ്കിലും കൂടോത്രം ചെയ്യുവോ? എന്റെ ദേവി, ബാപ്പയും ഉമ്മയും മരിച്ചപ്പോ തലയിലാവുന്ന കരുതി സ്വന്തം കുടുംബക്കാർ പോലെ ഇട്ടെറിഞ്ഞു പോയതാ നമ്മളെ. ഇങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി. ഇനി ആ വീടിന്റെ കടം കൂടി തീർത്തിട്ട് വേണം നിന്നെ കെട്ടിച്ചയക്കാൻ. എന്തിനാ അതൊക്കെ ഇപ്പൊ പറയണേ? ഒരിക്കലും ഈ ഇത്തേ പോലെ ആവരുത്. നീയെങ്കിലും രക്ഷപ്പെടണം. ആ ഗ്ലാസിങ് എടുത്തു തരുമോ? എന്താ ഇത്? എന്തിനാ ഇത്? ആവശ്യമുണ്ട്. എന്താ ഇത്? മൂട്ടവിഷം. എന്റെ ദബ്ബേ, എന്തിനാ ഇപ്പൊ മൂട്ടവിഷം? മൂട്ടയെ കൊല്ലാൻ. അതിനീ പോരേലെ മൂട്ടയില്ലല്ലോ. എന്റെ പടച്ചോനെ, വല്ല ഇബിലിസോ ജിന്നോ എന്റെ മോളുടെ മേത്ത് കൂടിയാ. നിന്നോട് ആരാ പറഞ്ഞതൊക്കെ ചെന്ന് പറയാൻ? എന്താ മോളേത്? ഓള് ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നോ എന്റെ പേടി. എത്ര നേരം ഒന്ന് വെച്ചിട്ടാ കാവലിരിക്കുക? പിന്നിപ്പോ എന്താ ചെയ്യുക? അരുതാത്ത ബന്ധത്തിന് സമ്മതം മൂളാനോ? ഓളിപ്പോ എന്തെടുക്കുക? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുവാണാ? അതിലിനി വിഷം കലർത്തിയിട്ടുണ്ടാ? അത് ഞാൻ പരീക്ഷിച്ചു. എങ്ങനെ? അതൊന്ന് കുറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു. വിഷം പരീക്ഷിക്കാനാണ് നമ്മളെ പാലൂട്ടി തീറ്റിച്ചത്. വിഷം അകത്ത് എന്നാലും ചാവാത്ത ചെയ്താനായത് വിശ്വസിച്ചൂടാ. ഹലോ, അവിടെ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? വല്യമ്മയും കുഞ്ഞമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഏറ്റു. ആഹാ, ഇവിടെ ചീറ്റി. പക്ഷേ ഇതിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്താ അത്? അച്ഛൻ 100% എന്റെ അച്ഛൻ തന്നെയാ. ഒരു കലർപ്പുമില്ല. എന്റെ തങ്കപ്പേട്ട. മനുഷ്യന്റെ സ്ഥിതിയല്ലേ തങ്കപ്പേട്ട. നമുക്കിനി എന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. മരണത്തിന്റെ അവസരമില്ലേ തങ്കപ്പേട്ട? വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്നാ നമുക്കെന്ത് പറയാൻ പറ്റും തമ്പക്കേട്ട? അല്ല, തങ്കപ്പേട്ട. തങ്കപ്പേട്ടനോ? അതെ, വേറൊന്നുമല്ല. എന്റെ തങ്കപ്പേട്ട, ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോൺ വിളിയായിരിക്കും ഇത്. ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔദാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല തങ്കപ്പേട്ട. ഉണ്ടോ തങ്കപ്പേട്ട? എന്താ തങ്കപ്പേട്ട? എന്താ ജസ്റ്റ് എ മിനിറ്റ്. എന്താ ഇത്? കണ്ണൻ കെയർ ഓഫ് മാധവ് നായർ. അയ്യേ, ഇതെന്റെ അഡ്രസ് അല്ലേ? അതെ. എന്തിനത്? എടാ, മനുഷ്യന്റെ കാര്യമല്ലേ. ആത്മഹത്യ സംഭവിക്കുന്നത് വഴി വെച്ചെങ്ങാനുമാണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ. എപ്പോഴും പോക്കറ്റ് വെച്ചോ. തങ്കപ്പേട്ട സംസാരിച്ചോ? തങ്കപ്പേട്ട, അതും ചീറ്റി. വലിയ സൂത്രക്കാരിയായി പോയി അല്ലേ? വളർന്നു, നമ്മുടെ മോൾ ഒരുപാട് വളർന്നു. ഈ മാമന്മാരെയും പെറ്റുമ്മയും കോമാളികളാക്കുന്ന പാകത്തിൽ നീ വളർന്നു. പേടിപ്പിച്ച കാര്യം നടക്കുന്നു ഓൻ എന്നെ ഉപദേശിച്ചു അല്ലേ? ഇങ്ങനെ കള്ളം കാണിക്കാൻ നീ എവിടുന്ന് പഠിച്ചു? മിണ്ടിപ്പോകരുത്. നിന്റെ നെഞ്ചിൽ ജീവനുള്ളിടത്തോളം കാലം നിന്റെ മനസ്സിലെ മോഹം നടക്കില്ല. നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇക്കാതിനെ ഓട വെക്കിട്ട് കയറണത് ഈ പുലിവാലിലെല്ലാം കാരണം കള്ള ഹിമാറല്ലേ. ഓനിട്ട് 2 പടപടയ്ക്കണം. ശരിയാ, ആ ചെക്കനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചാലേ ഈ പ്രശ്നം തീരുള്ളൂ. തീർക്കാം. ഇപ്പോ ഈ നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാം. പാടാ.
ഹാജിക്ക എല്ലാം ആലോചിച്ചിട്ട് പോരെ, വെറുതെ എടുത്തിയാർന്നോ? അനക്കിതിൽ കാര്യമില്ല, ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ഈ ആരാടാ ഇതൊക്കെ പറയാൻ? സ്വന്തം വർഗത്തിനോട് കൂറില്ലാത്ത കള്ള ഹിമാർ മാറിക്കട വല്ലാലെ പോ. വാടാ. ഉമ്മ അവരോട് അങ്ങോട്ട് പോണ്ടെന്ന് പറയുമ്മ. ഇല്ല, നീ ഒരുത്തിയതെല്ലാം കാരണം. പോ എന്റെ മുന്നിൽ നിന്ന്. ഇന്നത്തെ കൊണ്ട് ഓന്റെ എപ്പിസോഡ് അവസാനിപ്പിക്കും. എന്താ എന്നോട്ട് ഈ കാണിച്ചത്? ഈ ഉമ്മയോട് നീ എങ്ങനെയാണോ മോളെ വാശി തീർക്കുന്നത്? എന്റെ പടശോരെ, ഈ സമയം കളയാതെ അവരെ ഇങ്ങോട്ട് വിളിക്കേ. എന്താ, എന്തു പറ്റി? എന്താ മോളെ ഇത്? ഞാനൊരു സൂത്രക്കാരിയല്ല വല്യമ്മ, ആരെയും കോമാളിയാക്കാനും അല്ല. എനിക്ക് അയാൾ ഇഷ്ടാണ്, അത്രയ്ക്ക് ഇഷ്ടാണ്. മരിച്ചു കാണിച്ചാലെങ്കിലും വിശ്വസിക്കുമല്ലോ. മോളെ, മോളെ. നബീസു, നബീസു, നബീസു. എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണിന് വേണ്ടാത്തൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ഈ സ്ഥിതിയിലാക്കിയിട്ട് ഇപ്പൊ കാണാൻ വന്നിരിക്കുന്നു. കുഞ്ഞുമമ്മദേ, ബഹളം വേണ്ട, ആശുപത്രിയായത്. ഒന്ന് സ്നേഹിച്ചു പോയതിന് ഇത്രക്കേറെ ശിക്ഷിക്കണായിരുന്നു. ഇതിനൊക്കെ കാരണക്കാരൻ ഈയാണ്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒറ്റണത്തിന് ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ എല്ലാത്തിനെയും. കണ്ണാ, വേണ്ട. ഒന്നിച്ച് ജീവിക്കാനല്ലേ നിങ്ങളുടെ മതത്തിന്റെയൊക്കെ സമ്മതം വേണ്ടു. ഒന്നിച്ച് മരിക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ. അറിയോ, പുഴയെ കിടന്ന് ജീവന് വേണ്ടി നിലവിളിച്ചപ്പോ ജാതിയും മതം നോക്കാതെ എന്റെ മോൻ അവളെ രക്ഷിച്ചത്. ഇപ്പൊ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അവളെ ഈ അവസ്ഥയിലാക്കി. അവളുടെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതെന്റെ മോൻ കൊടുത്തൂടെ? ദാനമായിട്ടെങ്കിലും. സ്നേഹിച്ചതിന്റെ പേരിൽ ഒന്നിന് കുരുതി കൊടുത്തു വന്നവരാണ് ഈ അച്ഛനും അമ്മയും. ഇനി ഒന്നേ ഉള്ളൂ, അതിനെ കൂടെ. കണ്ടില്ലേ പ്രമാണിമാര്, പള്ളിയും പടച്ചോനും വിറ്റ് പുളിച്ചപ്പാട്ട് അടിക്കുന്ന ജാതികളാ. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുമക്കാന്റെ ആൾക്കാരെന്നെ. അസ്സലാമലൈക്കും. എല്ലാവർക്കും ഇരിക്കാം. എന്റെ ഉപ്പൂപ്പാന്റെ പ്രായണ്ട്. എന്നെ തല്ലു വിളിച്ച മാതിരി ഇവനും തല്ലു വിളിക്കാൻ കൂടെ കൊണ്ടെടുക്കാനാ. മുണ്ടാണ്ടിരിടാ, ഇത് നമ്മടെ കുടുംബ പ്രശ്നമാണ്. ഞമ്മള് ചിലതൊക്കെ കേട്ട് അതൊന്ന് നേരിട്ട് അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ കേട്ടതൊക്കെ നേരാ. എന്റെ ജമാലങ്ങാനത് അറിഞ്ഞാ ഇവിടെ കൊല നടക്കും. ജയിലിൽ കിടക്കുന്നുണ്ട് ജമാലിക്ക് അറിയുന്ന പേടിക്കണ്ട. അപ്പോ ഇസ്ലാമിനെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ഓളുടെ നിക്കാഹ് നടത്തി കൊടുക്കാനുള്ള പുറപ്പാടിലാണ് അല്ലേ? ഈ തറവാട്ടിലെ ആകെയുള്ള സമ്പത്താ നബീസു. പക്ഷെ ഓള് മരണം കൊണ്ട് നമ്മളെയൊക്കെ വെല്ലുവിളിക്കുമ്പോ ഞാൻ എന്താ ചെയ്യുക? നിങ്ങള് പറ, ഞാൻ എന്താ വേണ്ടത്? മുസ്ലിയാരുടെ കുന്തം ചാച്ചും വെക്കാൻ ചരിച്ചും വെക്കാന്ന് പറഞ്ഞവരായല്ലോ എന്റെ ഇക്കാന്റെ സ്ഥിതി. മറ്റൊരുത്തന്റെ ചുണ്ടിൽ ആനന്ദത്തിന്റെ പുഞ്ചിരി വിടർത്തുന്ന ഏതൊരു കർമ്മവും സൽപ്രവൃത്തിയാണെന്ന പ്രവാചകനായ നബി പറഞ്ഞിരിക്കുന്നത്. അത് വേറൊരുത്തന്റെ തല പോണ കാര്യമാണെങ്കിലാ. അതുണ്ടല്ലോ കുഞ്ഞുമുക്ക, ശരീരശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ നാക്ക് ശരിയല്ലെങ്കിൽ പല്ല് പോവും, നമ്മുടെ നോക്ക് ശരിയല്ലെങ്കിൽ മോന്തയുടെ ഷേപ്പ് മാറും, പ്രവൃത്തി ശരിയല്ലെങ്കിൽ ചിലപ്പോ തല തന്നെ പോയിരിക്കും. എന്നോട് മുണ്ടാണ്ടിരിക്കാനാണ് പറയണത്. ഈ ഒരു മുസൽമാനാണോടാ? അതിൽ തൊട്ട് കളിക്കരുതേ. പണം പലിശയ്ക്ക് കൊടുക്കുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. മുസ്ലിം പ്രമാണിമാരല്ലേ പറ. അബ്കാരി കച്ചവടത്തിൽ ബിനാമി പണി ചെയ്യുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. അച്ചാരം കിട്ടിയാൽ അമ്മായിനെ കെട്ടുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുമുക്ക, ഈ മുസൽമാനെ ഉറുക്കട്ട നോക്കട്ടെ കേട്ടാ. പ്രവാചകനും അള്ളായും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിതാബിലും കാണും പലതും. അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിക്കാഹ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല,
സമുദായത്തിനോട് പ്രശ്നമാണ്. സമുദായത്തെ ധിക്കരിക്കുന്നത് ഹാജിയാരാണെങ്കിലും ശരി, നടപടി എടുക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. ഇക്കയെ പോലെ തന്നെ ഇമ്മള് ഓളുടെ ഒരു അമ്മാവനാ. ഇക്കാര്യത്തിൽ സ്വന്തം ബന്ധമൊന്നും ഇമ്മള് നോക്കൂല. സമുദായത്തിന്റെ തീരുമാനമാണ് ഞമ്മടെയും തീരുമാനം. അല്ല പിന്നെ കുഞ്ഞമ്മത് പറഞ്ഞതാ എന്റെ ശരി. മതത്തെയും ആചാരത്തെയും എതിർക്കുന്നതല്ല, എതിർത്താൽ ഈ തറവാട്ടിലൊരു ദുരന്തം. അറിഞ്ഞുകൊണ്ടൊരു തീരാ ദുഃഖം ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്ത് എനിക്കില്ല. ഓർക്കൊരുമിച്ചാലേ പറ്റുള്ളൂവെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, ഓൻ ഇസ്ലാമാകണം. ഈ നാട്ടിലെ ഇസ്ലാമികളെ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഹാജിയാര്. ആ ഹാജിയാരുടെ കുട്ടിയെ ഒരു ഇന്ത്യച്ചക്കൻ തട്ടിക്കൊണ്ട് പോവാന്ന് വെച്ചാ ഓന്റെ വീട് നമ്മൾ ചുട്ടുകരിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയൊന്നും ഒരു ഇസ്ലാമിന്റെ നിയമത്തിലും പറഞ്ഞിട്ടുമില്ല. എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്നുകൂടി ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. ഇസ്ലാമാവണമെന്ന് പറയുമ്പോ തന്നെ ഓൻ ഈ ബന്ധം വിട്ട് വേറെ പെണ്ണിനെ നോക്കുള്ളൂ. അടയും ചക്കരയും പോലെ അല്ലേ, ഒന്നിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓൻ മതം മാറി നമ്മടെ ജാതി ചേരട്ടെ. ഞാൻ റെഡി. നബീസുവിന് വേണ്ടി മതമല്ല തലവരെ മാറ്റാൻ ഞാൻ റെഡിയാ. എടാ കള്ള ഹിമാറെ, നീ തന്ത്രം പറഞ്ഞ് മുസ്ലിം പെണ്ണിനെ തട്ടിക്കൊണ്ടുല്ലേ? മുസൽമാന്റെ കയ്യൊക്കെ നീ കണ്ടിട്ടില്ല. മാറി നിൽക്ക്. വീട്ടിൽ വരുന്നവരെ അപമാനിക്കരുത്. അല്ലൊക്കെ ഇക്കാര്യത്തില് മിണ്ടിപ്പോകരുത്. ബഹളം ഉണ്ടാക്കാനാണോ നീ ഇവരെയും കുട്ടി ഇങ്ങോട്ട് വന്നത്? ഇവിടെ വന്നിപ്പോ ബഹളം ഉണ്ടാക്കിയത് അവനല്ലേ? ഞാൻ ബഹളം ഉണ്ടാക്കാനോ ആരെയും തട്ടിക്കൊണ്ടുപോകാനോ വന്നോന്നല്ല. നിങ്ങൾ പറയുന്ന ഏത് നിയമം അനുസരിച്ച് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയാൻ വന്ന ഈ ബലാല് പിടിച്ച ശൈത്താൻ ഇവിടെ മയ്യെത്തും കൊണ്ടേ പോവും. അത് ശരി, താൻ ഇവിടെ വന്നിരിക്കുകയാണ്. അവൻ വന്നിട്ട് എനിക്ക് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. എല്ലാം തീരുമാനിച്ചതിന് ശേഷം ഇനി എന്ത് സംസാരിക്കാൻ? എല്ലാം കഴിയുമ്പോ നമ്മുടെ മോനെ നമുക്ക് നഷ്ടപ്പെടുമോന്നാ എനിക്ക് പേടി. നീ എന്ത് വിട്ടിത്തമായി പറയുന്നത്? മതം മാറിയെന്ന് വെച്ചിട്ട് അവൻ നമ്മുടെ മകനല്ലാണ്ടാവോ? ഇതിലിപ്പോ ലാഭവും നഷ്ടവും ഒന്നും നോക്കണ്ട. അവന്റെ ആഗ്രഹമല്ലേ നമുക്ക് വലുത്. എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായുള്ള നബീസു, അവളെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ കടപ്പെട്ടവനാ. മാധവൻ നായരെ, അല്ല, അകത്തേക്ക് ഇരിക്കാം. വേണ്ട. മതം മാറാൻ കണ്ണൻ സമ്മതിച്ചു. പക്ഷേ അത് വാശിക്കോ ആവേശം കൊണ്ടുള്ള ഒരു തീരുമാനമാവരുത്. അതുകൊണ്ടാ അച്ഛന്റെ അമ്മയുടെ സമ്മതം കൂടി അറിയാൻ ഞങ്ങൾ വന്നത്. ആകെ കൂടി ഇതൊന്നേ ബാക്കിയുള്ളൂ. അവന്റെ സന്തോഷ ഞങ്ങൾക്ക് വലുത്. സത്യം പറഞ്ഞ വലിയ മനസ്സാ മാഷ ഇങ്ങടേത്. നിങ്ങളുടെ മോനായി ജനിച്ച കണ്ണൻ ഭാഗ്യവാനാ. എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് കണ്ണൻ നാളെ തന്നെ പൊന്നാനിക്ക് പോട്ടെ. തങ്ങൾക്കുള്ള ഒരു കത്തും ഞാൻ തരാം. കൂട്ടിന് മൂസൂട്ടി ഉണ്ടാവും. ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ട് യാതൊന്നുമില്ല. മനുഷ്യനിലോ മനസ്സാണ് ഏറ്റവും വലുത്. ഒരു മതത്തെ നാം മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം എന്താണെന്ന് സ്വയം അറിഞ്ഞിരിക്കണം. ഓരോ മതത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. ഇസ്ലാം മതം എന്താണെന്ന് അറിയോ? ഇല്ല. പിന്നെന്തിനാ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് നബീസുവിനെ വിവാഹം ചെയ്യണം. അപ്പോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റം അല്ലേ? എന്താണെന്നും വേണ്ടാത്തത്? ലാ ഇക്രാഹ ഫിദ്ദീൻ. ഖുർആനിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട്, മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല എന്ന്. മതം മാറ്റം കൊള്ളാം, അതിനു മുമ്പ് മതത്തെ പഠിക്കണം, അതിന്റെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് തോന്നിയ മണ്ടത്തരമാകരുത് മതമാറ്റം. ഒരു പെണ്ണിനോടുള്ള മോഹം, അവളെ നേടാനുള്ള ആവേശം, അത് കഴിഞ്ഞാൽ മതം ഒരു ഭാരമായി മാറും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. അതുകൊണ്ട് തീരുമാനം ബാലിശമാകരുത്. ഒരിക്കൽ കൂടി മനസ്സിരുത്തി ആലോചിക്കൂ. എന്നിട്ട് എന്നെ വന്ന് കാണും ഇൻഷാ അല്ലാഹ്. ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിലുണ്ട് കാര്യം. ഈ മതം എന്നൊക്കെ പറയുന്നത് പിള്ളേരുകളിലല്ലോ. 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് അവളെ വേണം. ഇതിനൊക്കെ കാരണക്കാരാ കള്ള ഹിമാറ കുഞ്ഞുമുക്ക. അളിയന് വേണ്ടി ഓന്റെ ഒടുക്കത്തൊരു സമുദായ സ്നേഹം. തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പാരയത്.
അങ്ങേരുടെ ഒരു ഉപദേശം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് പോവാം. എന്നുവെച്ചാ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. മനസ്സിലായില്ല. പൊന്നാന് കണ്ടിട്ട് പോവാന്ന്. പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. മുസുട്ടി, എനിക്ക് നീയേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി നീ കണ്ടെത്തിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. എന്തത്? ഈ മതം മാറണ്ട. അയ്യോ, അപ്പൊ അവള് മതം മാറുന്ന ഒരു കള്ളം പറയണം. ഹാജര് അറിഞ്ഞ അള്ളാനെ പറ്റിക്കുന്നതിലും വലിയ ചതിയൊന്നല്ലല്ലോ ഹാജരെ പറ്റിക്കുന്നത്, ആണോ? അതല്ല, ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണാ. തൽക്കാലം പിടിച്ച് കള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞുതരാം. എന്നാലും ഒരു കാര്യത്തിൽ ഈ കെണിയും. കെണിയോ? അതെ, ഫസ്റ്റ് നൈറ്റില്. അയ്യോ, ഫസ്റ്റ് നൈറ്റിലോ? അതെന്താ? അംഗവൈകല്യം. അംഗവൈകല്യോ? അല്ല, ഈ മുസ്ലിംസിന്റെ ഇതില്. അല്ല, പേടിക്കണ്ട, ആശുപത്രിയിൽ മെഷീൻ കട്ടിങ് ഉണ്ട്. അയ്യോ, അംഗവൈകല്യം വേണ്ട. മെഷീന് വല്ല കയ്യബത്തോ പറ്റിയ. ഇങ്ങോട്ടൊന്നേ, നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കണത്. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ഇത് കൊളാക്കണതാ. ഡ്രൈവർ ട്രൗസർ ഞാൻ ഇട്ടുണ്ട്. ട്രൗസർ അല്ല, ഡ്രൈവർ. വലൈക്കും അസ്സലാം. തുടക്കം തന്നെ പരച്ചു. അസ്സലാം അലൈക്കും. അസ്സലാം അലൈക്കും. വാലൈക്കും അസ്സലാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇൻഷാ അല്ലാഹ്. ഫക്കീർ സുൽത്താനായാലും തെണ്ടല് മറക്കൂല എന്നൊരു ചൊല്ലുണ്ട്. കണ്ടില്ലേ ലക്ഷണം കെട്ട ഒരു മുസൽമാൻ. അസ്സലാം അലൈക്കും. ബാപ്പാ. ഉമ്മ. ഉമ്മയോ? എന്താ കണ്ണ ഇതെല്ലാം? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? പേരും മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവര മാറ്റും. നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മൈ ഗോഡ്, മറന്നു. ഇക്കായിക്ക് അറിയില്ല, തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമാ ഇതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ. ഈ സമയത്ത് നിസ്കാരമാണ്. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം. എന്റെ അള്ളോ, നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ. പകയാ ആണോ? എങ്കിലിത് സൂര്യ നമസ്കാരാക്കി മാറ്റാം. സുന്നത്ത് കഴിഞ്ഞാലുള്ള കമാലിതിനെ ഇത്ര പെട്ടെന്ന് എക്സസൈസ് ഒന്നും പാടില്ല. കുഞ്ഞുമുഹമ്മദേ, ഇനിയിപ്പൊ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. എന്താ മാധവൻ നായരെ? ഓ, ജമീല, അങ്ങനെ ആ ശല്യം പോയി. ഓളെ ഒരു നോക്ക് കാണാതെ പോവാൻ പറ്റുമോ നിനക്ക്? വേണ്ട, നിന്റെ കുഞ്ഞിനെ. എന്റെ അള്ളാഹ്ക്കറിയാം നിങ്ങൾ ഒരുമിക്കാൻ ഞാൻ എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. നീ വിളിച്ച എല്ലാം മറന്നു ഓള് വരുന്നു എന്റെ മനസാക്ഷി പറയുന്നുണ്ട്. ഒന്ന് വിളിച്ചൂടെ? ഈ മൂസുട്ടിയുടെ അവസാനത്തെ അപേക്ഷയാ. ചെല്ല്. വിളിക്കാം. ഓളെന്തീന് അകത്തിരുന്ന് കരയാ. നബീസു, ഇവൻ പോയില്ലേ ഒരു വിളി കേട്ട്? നബീസു, ശല്യം ചെയ്യാനല്ല, നിന്നെ
ഒന്ന് കാണാനാ. വല്യമ്മാമയ്ക്ക് നീ തന്ന വാക്ക് മറന്നു അല്ലേ? കണ്ണേട്ടനെ തിരിച്ചു വരില്ലേ ഇക്ക? സ്നേഹം തേടി വന്നവരാ, കണ്ടില്ലേ? കണ്ണീരായിട്ടാ തിരിച്ചു പോണത്. പല കുലുങ്ങിയാലും മമ്മത് കുലുങ്ങില്ല എന്ന് വെച്ചാ ഇന്നുകൊണ്ടൊരു തീരുമാനം നമുക്കറിയണം. അതിനാണ് ഉമ്മാനെ മോളെ വിളിച്ചു വരുത്തിയത്. തീരുമാനിക്കാനൊന്നുമില്ല. ഒരിക്കലും ഒരു കയ്യബ്ദം പറ്റി. അന്യജാതിക്കാരന്റെ കൂടെ പോയി ഓനെല്ലാം ശിക്ഷ നൽകി. ഇനിയിപ്പോ ജമാലുമായിട്ടുള്ള നിക്കാഹ് അങ്ങ് നിശ്ചയിക്കാം. കണ്ടില്ലേ, ജമാലിപ്പ നല്ല മര്യാദക്കാരനാ. ഒരുത്തൊരു ഉപേക്ഷിച്ചിട്ടും അതിലൊരു കൊച്ചുണ്ടായിട്ടും ഓ അന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് തന്നെ ഉണ്ടാ വലിയ മനസ്സല്ലേ നബീസു? എന്തേ ഈ സമ്മതം മൂളിയാ മതി, ബാക്കി കാര്യം നമ്മൾ ഏറ്റു. ഞാൻ പറഞ്ഞതാണല്ലോ, എന്റെ മോൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. മറ്റൊരു നിക്കാഹിനെ പറ്റി മനസ്സാ പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലെന്ന്. സമ്മതം ചോദിക്കല്ല, പിടിച്ച് കെട്ടിക്കാണ് വേണ്ടത്. ഓ, ഉമ്മാക്കൊന്ന് ഉപദേശിച്ചാലെന്താ? പറയാന്നല്ലാതെ കൊല്ലാൻ പറ്റോ? ഒരാൺതുണ ഇല്ലാണ്ട് ഈ ജമ്മം തൊലയ്ക്കാനാ എന്റെ ഉദ്ദേശം. ബാപ്പ മരിച്ചപ്പോ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ജീവിച്ചില്ലേ? അതുപോലെ എന്റെ മോൾക്ക് വേണ്ടി ഞാനും കഴിഞ്ഞോളാം. അമ്മ പോവാ. ഈ കയ്യിലടിച്ച ഞങ്ങൾ വാക്ക് തന്ന്, അതുകൊണ്ടാ ഈ വേഷം കെട്ട്. ഈ ഒരു പ്രാവശ്യം കൂടി ക്ഷമിക്കേ. ക്ഷമിച്ചാ നമ്മള് വാക്ക് പാലിച്ചിരിക്കും. മാഷ് പറഞ്ഞ പോലെ വെറുതെ ഇട്ടാ നശിക്കില്ലോന്ന് കരുതി വീടൊക്കെ ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട്. അതേതായാലും നന്നായി. 1-2 വർഷം ആളില്ലാതെ കിടന്ന് വിടാൻ തോന്നൂല. ഓളവിടെ ഉണ്ടാവില്ല. പള്ളിക്കാരെ കൊണ്ടും പ്രമാണിമാരെ കൊണ്ടും ഓളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ ആവതും പാടുപെടുന്നുണ്ട്. ഹേയ്, നമ്മടെ കുഞ്ഞുമ്മക്കേ പൊടിമോളല്ലത്. പൊടിമോളെ നിക്ക്. എല്ലാത്തിനും വിഷം കുത്തിച്ചിരിക്ക ആ കുഞ്ഞുമുക്ക. എന്റെ മടിയിൽ വളരേണ്ട മോളാ അത്. കണ്ടില്ലേ? അമ്മ വിഷമിക്കാതിരി, എല്ലാം നേരെയാവും. ആ, എത്തിയോ? എന്താ ഇത്ര വൈകിയത്? ഒരു വിശേഷമുണ്ട്. നിങ്ങളുടെ ആളെ ഞാൻ കയ്യോട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേടി, ആളിപ്പോ നല്ല ചുള്ളനായിട്ടുണ്ട്. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? നിന്റെ കെട്ടിയവന്റെ കാര്യം, അല്ലാതെ ആരുടെയാ? എനിക്ക് കേക്കണ്ട. നിനക്ക് അയാളെ കാണണമെന്നില്ലേ? എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പാവം, എത്ര നേരായെന്നറിയോ കാത്തിരിപ്പ് തുടങ്ങിട്ട്. പാവം തോന്നുന്നുണ്ടെങ്കിലേ കൂടെ പോയി പുറത്തോ. നമ്മള് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് വെറുതെ ആവോ? ഇജ്ജ് കണ്ടില്ലേ, അപ്പുറത്തൊരൊക്കെ വന്നെങ്കിൽ വെറ്റിലും താലം എടുത്തോണ്ട് പോയി സൽക്കരിച്ചോ. ആരാ അവര്? ഇപ്പൊ വന്നിരിക്കണ അന്വേഷിക്കാൻ. എന്താ ഇവക്ക് പറ്റിയേ? എല്ലാം കൊണ്ട് തീ തിന്നെ എന്റെ മോള്. പഠിച്ചോൻ എന്തിനാ നമ്മൾ ഇങ്ങനെ പരീക്ഷിക്കണത് ഉമ്മ? വിശ്വസിക്കുന്നവരെ പഠിച്ചോൻ കൂടുതൽ പരീക്ഷിക്കും. എന്റെ മോള് കരയില്ലേ? കുഞ്ഞുമ്മക്കോ, കുഞ്ഞുമ്മക്കോ, കുഞ്ഞുമ്മക്ക. എന്താണ്ടാ ബെടി കൊണ്ട പന്നിയെ പോലെ? ബേടി കൊള്ളാൻ പോണ പന്നി കുഞ്ഞുമ്മക്കാണ്. അതെന്ത് ബെടി? നബീസ് പോയോ? പോയി. നബീസ് ജമാലുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചോ? ഓടെ സമ്മതം ആര് ചോദിക്കുന്നു? ചോദിക്കാനും പറയാനുള്ള ആള് വന്നിട്ടുണ്ട്. അതാര്? കണ്ണം വന്നെന്ന്. എന്റെ പടച്ചോനെ, അവൻ വീണ്ടും വന്ന. ജമാല് വീണ്ടും പഴയ ജമാലായേ പറ്റൂ. എന്റെ പടച്ചോനെ, ഈ പെടാപ്പാടൊക്കെ പെട്ടിട്ട് ഉമ്മക്ക് പങ്കപ്പാട് മാത്രമാണല്ലോ മിച്ചം. അത് നിങ്ങളെ കായന് കൊള്ളാത്തോണ്ട്. നീ കണ്ടോ?
ഒരു നോക്ക് കണ്ടു. ആകെ കോലം കെട്ടുപോയി എന്റെ മോള്. ഷെയിംഫുൾ. ഇങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കാൻ അതെന്താ കാഴ്ച ബംഗ്ലാവാണോ? അതേടാ, ഷെയിൻ തന്നെയാ. സ്വന്തം മരുമകളെയും പേരക്കുട്ടിയും കാണാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ടി വരുന്നത് ഷെയിൻ തന്നെയാ. വാശി, ദുരഭിമാനം. ഇപ്പൊ എന്തായടാ? എന്തിനാ അവനെങ്ങനെ വിഷമിപ്പിക്കുന്നത്? വിഷമം ഇവൻ എന്റെ മകനാണല്ലോ എന്നോർത്താ എനിക്ക് വിഷമം. പക്ഷെ മാധവ മാഷ എന്റെ അച്ഛനാണല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല. എടാ, എടാ, എന്ത് 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 ആണുങ്ങളില്ലാത്ത വീടാ, ഒരു ശ്രദ്ധയില്ല. പിച്ചക്കാരുടെ വേഷം കിട്ടിയ ആൾക്കാരെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോണത്. ഇന്ന് ഞാൻ എടാ റാസ്കൽ തെറ്റിപ്പണ്ടി ചോദിക്കാൻ പറയാൻ ആളില്ല. അയ്യോ അയ്യോ കാണാഭാഗത്തെ മറകിനിപ്പോ ചന്തം കൂടി ഉണ്ടാവോ? ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ? അത് വേണ്ട. സ്വന്തം മുതലാരെങ്കിലും കട്ട് തിന്നു. എന്നാലും വ്യസന കട്ട് തിന്നല്ലാതെ എന്താ നിവർത്തി? 2 വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവൾക്കെങ്കിലും മനസ്സിലാവും. റബ്ബേ, പട്ടാപകല് മോഷണോ? അതും ബാത്റൂം മോഷണം. ഇവനെ അയ്യോ പഠിച്ചോനെ, നീയായിരുന്നോ? നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത്. അതെ, അവിടെ തന്നെ കൊണ്ടു. താങ്ക്സ്. നീ എന്താ ഇവിടെ? ഞാനിപ്പോ എവിടെയാ? കുളിസി കാണാൻ വന്നല്ലേ? അയ്യോ അല്ല, ഒരു പിച്ചക്കാരൻ ഇതിനകത്തുണ്ടാ? ഇതിനകത്തല്ല, പിച്ചക്കാരൻ ഞാൻ എറിഞ്ഞു ഓടിച്ചു. മതി മതി, ആൾക്കാര് കേക്കണ്ട. പുറത്തിറങ്ങിയ നാണക്കാടാ. സ്വന്തം ഭാര്യയുടെ കുളിച്ച് ഹസ്ബൻഡിനെ കാണാന്ന് പറഞ്ഞ അതല്ല കേട്ടവൻ. എന്റെ മോസൂട്ടി, നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. 2 കൊല്ലം മരുഭൂമിയില് അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയണത്? അവരാരും ഇതുപോലെ കുളിച്ചും കാണുന്നില്ലല്ലോ. ഞാനല്ല, ഒരു ഒട്ടക. ഒട്ടകോ നിക്കടാ അവിടെ. ഓടണം ഞാൻ എന്താണ് എന്താണ് ഒരു ബഹളം? നീയാ? എന്താ എന്താ? കലങ്ങി കലങ്ങി. ആരാ കൊടുത്തത്? ഞാനാ. ക്ഷമിക്കണം, ഞാൻ ആള് മാറിപ്പോയതാ. നബീസ് ഒന്ന് വിചാരിച്ച്. ആരാണ്ടാ ഇങ്ങോട്ട് കയറിയത്? പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, എന്നെ രക്ഷിക്കണം പ്ലീസ്. എന്താണ്ടാ ഇവിടെ? ഒരുത്തൻ ബാത്റൂമിൽ ഓടിക്കറി. ആരാണ്ടാ ബാത്റൂമിൽ കയറിയത്? അപ്പുറത്തെ കണ്ണനാണെന്ന സംശയം. അയ്യോ, അള്ളാഹു ആണ്, ഓനെ ഇതിനകത്ത് കാല് കുത്തിയിട്ടില്ല. എന്നാ തലകുത്തിയായിരിക്കും വന്നത്. പിന്നെ ആരാടാ ബാത്റൂമിനകത്ത്? ഒട്ടകത്തെ പോലെ വീട് വിരിച്ചിട്ട് കറങ്ങി കിടക്കണ കണ്ടല്ലോ. എന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പടി ചവിട്ടല്ലെന്ന്? ഞാനല്ലേ ചവിട്ടിയത്, ഒട്ടകാണ് ചവിട്ടിയത്. അതിന്റെ അകത്ത് ആരാണെന്ന് അറിയാമോ? ആരാണ്? ആരാ അതാ ചോദിച്ചത്. ആരാണ്ടാ ബാത്റൂമിനകത്ത്? ആരാണ്ട് ബാത്റൂമിനകത്ത്? തുറക്കടാ, തുറക്കടാ. ഇറങ്ങി വരാൻ. ചവിട്ടി പൊളിക്കും കേട്ടാ. ഇറങ്ങി വരാനാണ് പറഞ്ഞത്. വരണായില്ലേ? നമ്മടെ സംശയം ശരിയായി. ഇറങ്ങി പാടി. അയ്യേ, ഇതൊരു മാതിരി ക്ലിന്റന്റെ സ്വഭാവം പോലെ ആയിപ്പോയി. അത് ഞാനൊരു പിച്ചക്കാരൻ ഓടി വന്നപ്പോ ഞാൻ അറിയാണ്ട് നാവിട്ടടിച്ച് മിടുക്കനാവാൻ നോക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചെറ്റയാ. പ്രേമം നടിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം വഴിയാധാരമാക്കി. ഇപ്പൊ ഈ പെണ്ണിനെ എന്റെ നിരപരാധിത്വം ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഒരാൾ ഒഴിച്ച്. വളഞ്ഞ വഴിയായി പോയെങ്കിലും ഒന്ന് കാണാൻ വന്ന ഈ മനസ്സും ശരീരവും അശുദ്ധമായിട്ടില്ല ഇപ്പോഴും. ഇവന്റെ ചപ്പടാച്ച് ഭർത്താനം കേട്ട് നീ വിശ്വസിക്കരുത്. ഇവനെക്കാട്ടിലും നല്ലവനാ എന്റെ ജമാല്. ഇപ്പൊ പട്ടു പോലത്തെ സ്വഭാവാ. ഇത് പേടിപ്പിക്കാതെ. എന്തായാലും ഇവിടെ വന്ന് ചെറ്റത്തരം കാണിച്ച് കള്ള പന്നിയെ വെറുതെ വിട്ടാ ശരിയാവില്ല. നച്ചിമോള് പറ, എന്താണ് വേണ്ടത്? ഇവനെ തല്ലണ കൊല്ലണ? എനിക്ക് വേണ്ടി ആരെയും തല്ലിയും കൊല്ലും ഒന്നും വേണ്ട. എല്ലാവരും എനിക്കറിയാം. കേട്ടില്ലേ?
താൻ എത്ര കാരണം പറഞ്ഞാലും ഓളുടെ മനസ്സ് അത് ഇപ്പോഴും കണ്ണന്റെ ഇല്ല. ഞാൻ വരും, എന്റെ നബീസിനെ കൊണ്ടുപോകും. ഈ ബലാലിനെ വെറുതെ വിട്ടാ ശരിയാവൂല. എല്ലാം കൊളാക്കിയില്ലേ? കൊളോ ബാത്റൂം അല്ലേ അത്? അയ്യോ മാഷ് എന്താ മൂസൂട്ടി? അല്ല മാഷെ, അവിടെ മരുഭൂമിയില് ഒട്ടകം ഇങ്ങനെ പോയപ്പോ എന്റെ കൂടെ സ്വന്തം മരുമോളെയും പേരക്കുട്ടിയും കാണാൻ അച്ഛനും അമ്മയും ഒളിഞ്ഞു നോക്കിയത് അവന് വലിയ ഷെയിമായി പോയി. കണ്ടവന്റെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്ന ഷെയിമല്ല അല്ലടാ. അല്ല മുസുട്ടി, അത് ആക്ച്വലി അല്ല മേ ആക്ച്വലി ഒരു തഴുമൻ ബളകം. അമ്മ ഓനെ കൊല്ലണോ അതോ തന്നെ കൊല്ലണോ? എന്താ ഞാൻ വേണ്ടത്? ഏതായാലും ഒരു പെണ്ണിന് വേണ്ടി ഞാൻ മണ്ടനായി. ഇനി ഞാൻ എന്തിനു ഒരുക്കാ? ബച്ചന്ന് ബലഞ്ഞവന് വിളമ്പിയ ബിരിയാണിയിൽ ചത്ത എലി കിടക്കണമെന്ന് പറഞ്ഞ പോലെ ഇമ്മടെ അവസ്ഥ. ആ ഇബിലിസ് തിരിച്ചു വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നബീസുവിന്റെ മനസ്സിനാണെങ്കിൽ ചില ഇളക്കങ്ങൾ തുടങ്ങി. വയനാടൻ മലയിലെ കൊമ്പനെ പോലും ഈ ചൂണ്ടുവിരലിൽ ആജ്ഞാപിച്ച് നിർത്തിയവനാ ഈ ജമാൽ. ഇപ്പൊ ഒരു പെണ്ണിന്റെ മുന്നിൽ ഇല്ല, ഞാൻ വിടില്ല. ജയിലിലേക്ക് വീണ്ടും തിരിച്ചു പോവാൻ എനിക്കൊരു മടിയുമില്ല. മണ്ട വെട്ടിയാലും അത് നമ്മൾ അറിയാതെ വീണ്ടും വളരും. വേരടക്കം പിഴുതെറിയണം. എത്രയും പെട്ടെന്ന് ഓനെയും കുടുംബത്തിനെയും കൃഷ്ണമംഗലത്തൊന്ന് തുരത്തണം. എങ്കിൽ അതിന് ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ അത്? ആർക്കും എളുപ്പം എങ്ങനെയും കളിക്കാവുന്ന കളി, വർഗീയ കലാപം. മരുന്ന് ഞാൻ നിറയ്ക്കാം, തിരിമച്ചാൻ കൊളുത്തണം. വരണുണ്ട്. മാധവ മാഷല്ലേ? അതെ. നാളെ വെളുക്കണതിന് മുമ്പ് മോനെയും കൊണ്ട് ഇവിടുന്ന് കെട്ടുകെട്ടില്ലേ കൊന്നുകളയുമ്പോ. എന്തിനാ കുട്ടി ഇങ്ങനെ കരുതുന്നത്? ആരെയും പേടിച്ചിട്ട് നാട് വിടുന്ന പ്രശ്നമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ താൻ പോണ പ്രശ്നമില്ല അല്ലേ? ഇതേ വണ്ടി എടുക്ക. എന്താ എല്ലാവരും കൂടി അമ്പലപ്പിരിവായിരിക്കും അല്ലേ? അമ്പലത്തിൽ തൊഴാൻ വരുന്നവരെ താൻ ആളെ വിട്ട് തല്ലിക്കും അല്ലേ? എന്താണ് ഈ പറയണത്? ഒന്നും മനസ്സിലാവണം. മനസ്സിലാക്കി തരണോ? തന്റെ വീട്ടിലെ പെണ്ണ് ഒരു ഹിന്ദു ചക്കരെ പ്രേമിച്ചെന്ന് കരുതി താൻ അമ്പലത്തിൽ കയറി തല്ലുവല്ലേ?
ശിക്ഷാർഹമാണ്. ഭീതി മനസ്സിൽ നിന്ന് വിട്ടുമാറണില്ല. എന്തൊക്കെയോ സംഭവിക്കാൻ പോണു എന്നൊരു തോന്നല്. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞോണ്ടാ മോൻ ഇങ്ങോട്ട് വന്നത്. അത് ഒരു ദുർനിമിത്തമായി പോയി. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ചില ദുഷ്ടന്മാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഇതെല്ലാം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാ. കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളൂ. മതമൊക്കെ നല്ലതാ ഒരാദർശത്തിന്, പക്ഷെ അതൊരു ആയുധമാക്കിയാലോ? വിവരം വിശേഷബുദ്ധി ഇല്ലാത്ത കാളക്കൂട്ടങ്ങളെ മാഷ തല്ലി കുത്തി ചത്തത്. അതുങ്ങൾ അങ്ങനെ തന്നെ തീരണം. ഈ വീട്ടിൽ വന്ന് എന്റെ കാല് വെട്ടുന്ന എനിക്കുള്ള ഭീഷണി. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും എന്റെ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ എന്നെയാണ് ഈ പുണ്ണ് ഇത്ര കണ്ട് കുത്തി നാറ്റി ചെയ്യാ. ഞാനോ? നീ മാത്രല്ല നബീസും. നിങ്ങൾക്ക് ഒരുമ ഉണ്ടായിരുന്നെങ്കിൽ ഈ മതങ്ങളും അതിനെ മുതലെടുത്തവരും തോറ്റു തുന്നമാളിലായിരുന്നോ? ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നീ ചെന്നവളെ കാണണം. മാണിക്യം ചുമക്കുന്ന സർപ്പത്തെ പോലെയാ. സ്നേഹിച്ച മാണിക്യം, പകയെടുത്ത വിഷം. അതാണ് അവൾ. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. നീ വിളിച്ചാൽ നബീസ് ഇറങ്ങി വരും. കണ്ണം പോണം. തല പോയാലും വേണ്ടില്ല, ഞാൻ കൂടെ വരാം. നബീസു, കൺമുന്നിൽ നിന്ന് എന്നെ അകറ്റിയാലും നിന്റെ മനസ്സിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റുമോ? മതങ്ങളില്ലാതെ മനസ്സുകൊണ്ട് അടുത്തവരെ നമ്മള്. പക്ഷെ ഇപ്പോ മതങ്ങൾ നമ്മുടെ ജീവിതം വെച്ച പന്താടുന്ന. മനസ്സിൽ ഇനിയും പകയും വാശിയുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. എന്ത് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. നിന്നെയും പൊടിമളയും കൊണ്ടുപോവാൻ ഞാൻ വരും. നീ വരില്ലേ? മറ്റന്നാളല്ലേ നമ്മുടെ പൊടിമോളുടെ പിറന്നാള്. അന്നും നീയും മോളും എന്റെ കൂടെ ഉണ്ടാവണം. ഉണ്ടാവണം. ഓളെന്തു പറഞ്ഞു? അവൾ എന്റെ നബീസു അല്ലേ? വരും. നീ വാ. കള്ള പന്നികളെ ഓളെ തട്ടിക്കൊണ്ടുപോകുമെന്നാണ്. നീ തല്ലി ഈ പന്നി വീണ്ടതൊരു വർഗീയ ലഹളയാക്കി മാറ്റും. അള്ളാഹുവിന്റെ നാമത്തിലെ ഓനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. മാറ്റുന്നു. സൈഡാക്ക്. വാ. അങ്ങനെ ആർക്കും സംശയം വേണ്ട. ഉമ്മ എന്തേ രാത്രിയില് ഇങ്ങനെ വരി, ഒരു കാര്യം കാണിച്ചേ. നബീസു, ഈമ്മ, നീയാണ് ആദ്യം കാണേണ്ടത്. വരി. നോക്കി. പടച്ചോൻ വലിയവനാ. എത്ര സാമർത്ഥ്യക്കാരനായാലും അപം കണിവരിക്കാ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല. ഇവരി ബിസിനസ് തുടങ്ങിയിട്ട് കാലം കുറയായി. നേരിട്ട് കണ്ടാലേ അനക്ക് വിശ്വാസം വരുമെന്ന് ചെറിയ മാമയ്ക്ക് അറിയാം. കണ്ടല്ല? എവിടെ പോയിരുന്നേ ഈ പാതിരാക്കി? പൂച്ച കണ്ടടച്ച് പാലുടിച്ച് ആരും അറിയില്ലാന്ന് കരുതിയാ? സത്യം പറ, ഓൻ വിളിച്ചിട്ടല്ലേ ഈ എവിടെ പോയത്? കണ്ടത് ദുസ്വപ്നമാവട്ടെ, കേട്ടത് കള്ളമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കാം, സത്യാണോ? അതെ. എന്റെ പടച്ചോനെ, അന്നവരെ ബാത്റൂമിൽ നിന്ന് പിടിച്ചപ്പോ ഈ വിശ്വസിച്ചില്ല. എത്ര നാളായി ഇവിടെ കൈബന്ധം തുടങ്ങിയിട്ട്? കുറെ നാളായി.
ഏയ് പൊടിക്കുപ്പി, ഞാൻ ആരാന്നറിയോ? കുഞ്ഞിനെ താഴെ വെക്കടാ. നിന്നോടാ പറഞ്ഞേ കുഞ്ഞിനെ താഴെ വെക്കാൻ. ഇവൾ എന്റെ കുഞ്ഞാ. ഇവളെ നബീസുനും കൊണ്ടുവനാ വന്ന്. മോളെ മോളെ നബീസു, നബീസു, വേണ്ട, നിങ്ങളെ ചതിയനോ? നിങ്ങളെ മാത്രം വിശ്വസിച്ച് പോയ ഒരു മണ്ടിയാ ഞാൻ. ഇപ്പോ വേണ്ട, എനിക്കിനി നിങ്ങളെ കാണണ്ട, എന്റെ മോളെ തൊടണ്ട. ഇനിയും പക തീർക്കല്ലേ. മോളുടെ പിറന്നാൾ ഒരുക്കി കാത്തിരിക്കുക അവിടെ ഒരു അച്ഛനും അമ്മയും. എന്റെ വാക്ക് വിശ്വസിച്ച് ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവളാ ഞാൻ. ഇപ്പൊ എന്റെ മോള് സത്യമായിട്ട് പറയാം, ഇനി എന്റെ മുന്നിൽ വന്ന വീണ്ടും ആ കടും കഴിഞ്ഞാൽ ചെയ്യും. നബീസു, ഒരു പോർവിളിക്കുള്ള ശേഷിയൊന്നും എനിക്കില്ല. വേണമെങ്കിൽ ഈ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം. എന്റെ മോൾക്ക് ഇനിയെങ്കിലും സ്വൈര്യം കൊടുത്തുകൂടെ? അതോ മോളെ കൊന്നിട്ടേ പോളൊന്നും ബാസിയുണ്ടാ? ജാതി വേറെയാണെങ്കിലും സ്വന്തം മോനെ പോലെ തന്നെ ഞങ്ങൾ കണ്ടത്. ഇന്നലെ ആ മുന്താസ് മുറിന്ന് ഇറങ്ങി ഭരണ കണ്ടപ്പോ ആരോടൊപ്പം വേണമെങ്കിലും പുറത്തോളൂ, പരാതിയില്ല. പക്ഷെ എന്റെ മോളെ ഇനി എന്നോടൊപ്പം കഴിയാൻ ഞാൻ വിടില്ല. പാവപ്പെട്ട പെമ്പിള്ളേർക്ക് പണയാധാരം കാശ് കൊടുത്തൊരു കുടുംബം താൻ കലക്കാന്ന് കരുതിയല്ലേ? അറിയോ, നബീസിനെ തെറ്റിക്കാൻ താൻ കരുവാക്കിയ പെണ്ണുണ്ടല്ലോ മുൻതാസ്, ഓള് പൊളിച്ചോണ്ടിരിക്കുക. ആരുടെ കൂടെ? മതി. എന്റെ ജീവിതം തകർത്തു പോട്ടെ. ചിലപ്പോ കുറ്റബോധം കൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നിരിക്കും. അവളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റും എനിക്ക്. കൂറുള്ള ഒരു തൊഴിലാളിയാണ് ഞാൻ. ഇങ്ങനൊരു അവസരത്തിൽ എന്റെ മുതലാളിയോട് ഉണ്ട ചോറിന് നന്ദി കാണിച്ചാൽ പറ്റും. മുതലാളി പൊറുക്കണം. നീചന്മാർക്ക് വേണ്ടി കർത്താവിന് ഒറ്റുകൊടുത്ത യുവദാസിനെ ഓർത്തുപോയി ഞാൻ. മാറിക്ക. എല്ലാ നൂലാമാലകളും ഉണ്ടാക്കിയത് ഇയാളാ. ആ കുരുക്കഴിക്കാൻ ഇയാള് തന്നെ വേണം. ഈശ്വര അല്ലാ തേരെ നാം സബ്കോ സമ്മതി ദേ ഭഗവാൻ. അർത്ഥം അറിയോ കുഞ്ഞുമുക്കാക്ക്? ഇല്ല. ഈശ്വരനും അള്ളാഹും ഈശോയും എല്ലാം ഒന്ന് തന്നെ. പിന്നെ എന്തിനാ ഒരു ദുഷ്ടന് വേണ്ടി വർഗീലകൾ ഇളക്കി വിട്ടത്? മനസ്സുകൊണ്ട് ഞമ്മ നല്ലവനാണ്. പക്ഷെ ഇപ്പൊ ഞമ്മള് ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ്. ഞമ്മക്കൊന്ന് രക്ഷപ്പെടണം. എങ്കി വാ, വന്നല്ലേ മേറ്റ് പറയും. വാ. സാരമില്ല കുട്ടി, ജാതിയും മതമൊന്നും ഏക്കാതെ വന്നപ്പോഴാണ് അവർ ഈ പെൺകുട്ടികളെ ആയുധമാക്കിയത്. നബീസുവിന് മുന്താസ് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു. എന്നിട്ടും ഓക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. ചെയ്തതല്ലോ, ഓളെ വശീകരിച്ച് ചെയ്യിപ്പിച്ചതല്ലേ. നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറുത്താൻ കൂടി ഉണ്ടായിരുന്നു അല്ലടാ? മനസ്സിൽ മാത്രമല്ല, ശരീരം മുഴുവനും പിടിപെടാതെ അത് ഇപ്പോഴും എന്റെ ഒപ്പം ഉണ്ട്. ഇവള് വാങ്ങികളെയും ചേർന്നാണ് എന്നെ ഈ നിലയിലാക്കിയത്. ആരുടെയൊക്കെയോ മനസ്സിന്റെ നന്മ കൊണ്ടോ പ്രാർത്ഥിച്ച ദൈവങ്ങളുടെ കാരുണ്യം കൊണ്ടോ കാര്യങ്ങൾക്ക് നേരെയായല്ലോ. ആശ്വസിക്കുക. എവിടെ നബീസും പൊടിമോളും? ഒന്നിനെ ആത്തേക്ക് വിടരുത്, നമ്മളെ ഏറ്റ്. എല്ലാവരും കൂടി എന്നെ തോപ്പിച്ചു അല്ലേ? ഇല്ല, ആ പടച്ചോൻ വിചാരിച്ചാലും ഈ ജമാല് തോക്കില്ല. ഇവനോട് അല്ലെങ്കിൽ ശവമായിട്ടായാലും എന്നെയും കൊണ്ട് ഈ ജമാൽ ഇവിടുന്ന് പോവും.
സാരില്ല, നിങ്ങൾ ഒരുമിച്ചില്ല, എനിക്കത് മതി. എന്തിനാടാ നിങ്ങൾ ഒരിക്കലും പിരിയരുത്. ജാതി മതല്ല, നിങ്ങളുടെ സ്നേഹമാണ് വലുത്. കുഞ്ഞുമാതു, ആരില്ല പെങ്ങൾക്ക്. എടാ എടാ, ഇവള് എന്റെ കൂടി പെങ്ങളല്ലടാ. മരണത്തിൻ മഞ്ചലിലേറി പോകുന്നു, ചിരി മാത്രം അറിയുന്ന കൂട്ടുകാരൻ, ജാതിക്കോമരം കലിതുള്ളും നാട്ടിൽ